അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. സഹോദരങ്ങളെ, കേരള മുസ്ലിങ്ങൾക്കിടയിലെ ഏറ്റവും വലിയ പിന്തിരിപ്പൻ മതപ്രസ്ഥാനമാണ് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ. ഈ സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ രൂപീകരിച്ചത് ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാനല്ലെന്നും മറിച്ച് അള്ളാഹു അല്ലാത്തവരിലേക്ക് ക്ഷണിക്കാനാണെന്നും അവർ തന്നെ പല പ്രാവശ്യം തുറന്നു സമ്മതിച്ച സംഗതിയാണ്. ഈ വസ്തുത ഒരു മുസ്ലിയാർ തന്നെ പ്രസംഗിക്കുന്നത് നിങ്ങളൊന്ന് കേൾക്കുക. പ്രത്യേകിച്ച് കേരളത്തിൽ നമ്മുടെ പ്രസ്ഥാനം എന്തിനാ ഉണ്ടായത്? ഓസുല്ലാലമനെ വിളിക്കണമെന്ന്, വിളിച്ചാൽ ഉത്തരം കിട്ടുമെന്ന്, വിളിക്കാൻ പറ്റുമെന്ന് എന്ന ആവേശത്തോടെ വിളിക്കുന്ന ഒരു വലിയൊരു സംഘത്തെ പടുത്തുയർത്താനല്ലേ എന്ന മുഅ്മിനീങ്ങള്. ഇതിനാണ് സമസ്ത രൂപീകരിച്ചത്. അല്ലാതെ വഴിപിഴച്ചു പോയ ജനങ്ങളെ അള്ളാഹുവിലേക്ക് ക്ഷണിക്കാൻ വേണ്ടിയിട്ടല്ല. അള്ളാഹുവിലേക്ക് അടുക്കാൻ ആഗ്രഹമുള്ള ജനങ്ങളെ അള്ളാഹു അല്ലാത്തവരിലേക്ക് അടുപ്പിക്കാൻ വേണ്ടിയിട്ടാണ് സമസ്ത ഉണ്ടാക്കിയത്. അപ്പൊ സമസ്തന്റെ രൂപീകരണം തന്നെ ബാത്തിലാണ്. ഒരു നല്ല ഉദ്ദേശത്തോടു കൂടിയല്ല സമസ്ത ഉണ്ടാക്കിയത്. അതുകൊണ്ടു തന്നെ സമസ്തയുമായി ബന്ധപ്പെട്ട എല്ലാ ചരിത്രങ്ങളിലും കളവ് കുത്തി നിറച്ചിട്ടാണ് ഇവർ പ്രചരിപ്പിക്കാറുള്ളത്. അതിൽ ഏറ്റവും വലിയ കളവ് സമസ്ത രൂപീകരിച്ചത് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അനുവാദത്തോടു കൂടിയാണ്. ആ പ്രഥമ രൂപീകരണ യോഗത്തിൽ ദുആ ചെയ്തപ്പോൾ ആ ദുആക്ക് ആമീൻ പറഞ്ഞവരുടെ കൂട്ടത്തിൽ റസൂൽ ഉണ്ട് എന്ന് വരെ പച്ചക്കളവ് പ്രസംഗിക്കാൻ ഇവർ ധൈര്യം കാണിച്ചിട്ടുണ്ട്. അതൊന്ന് കേട്ടു നോക്കുക. പിൽക്കാലത്ത് അസുറിന്റെ വലിയായിരുന്ന ശംസുൽ ഉലമ പോലും ഔലിയാക്കളിൽ പ്രധാനിയാണെന്ന് പറഞ്ഞിരുന്ന തൃപ്പനച്ചി മുഹമ്മദ് ഖാദിരി ഖദ്ദസല്ലാഹു സിർറഹുൽ അസീസ് കേട്ടില്ലേ? തൃപ്പനച്ചി ഉസ്താദ് ബഹുമാനപ്പെട്ടവര് ഇന്ന് ഇപ്പൊ മുഷാവറയിൽ തെരഞ്ഞെടുക്കപ്പെട്ട, ഞാൻ ഈ സനദ് സഹിതം പറയുന്നത് ഇന്നത്തെ കാലത്ത് എല്ലാം ട്രോളുന്ന ഒരു കാലമായതുകൊണ്ടാണ്. ഇന്ന് മുഷാവറിലേക്ക് തെരഞ്ഞെടുക്കപ്പെട്ട ഒളവണ്ണ ഉസ്താദിനോട് പറഞ്ഞ ചില വിഷയമുണ്ട്. ആ കൂട്ടത്തിൽപ്പെട്ട ഒന്നാണ്, നിങ്ങൾ എന്താണ് സമസ്തയെ പറ്റി മനസ്സിലാക്കിയത്? സമസ്ത ഉണ്ടാക്കാൻ സമ്മതം കൊടുത്തതും രൂപീകരണ യോഗത്തിൽ ദുആക്ക് ആമീൻ പറയുന്ന കൂട്ടത്തിലും സയ്യിദുനാ മുഹമ്മദുർ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ സാന്നിധ്യം ഉണ്ടായിരുന്നു. ഉണ്ടാക്കാൻ വേണ്ടി സമ്മതം കൊടുത്ത ശംസുൽ ഉലമ പലപ്പോഴും പറയുന്നത് കേട്ടവരുണ്ട്. റസൂലുള്ളാഹിന്റെ സമ്മതപ്രകാരം, സമ്മതം കിട്ടാതുകൊണ്ടാണ് താമസം. 25 ഉണ്ടാക്കേണ്ട സംഘടനയാണ്. എന്നിട്ട് തങ്ങളെ സമ്മതം കിട്ടാതുകൊണ്ട് 25 കേരള സംഘടന ഉണ്ടാക്കിയിരുന്നു, കേരള ജംഇയ്യത്തുൽ ഉലമ എന്ന് പറഞ്ഞിട്ട്. പിന്നെ അത് സമസ്ത കേരള ജംഇയ്യത്തുൽ ഉലമ ആകുന്നതാണ് 26. അപ്പോൾ റസൂലുള്ളാഹിന്റെ സമ്മതം തന്റെ പേരക്കുട്ടിയാകുന്ന ഖുതുബുസ്സമാൻ വരക്കൽ മുല്ലക്കോയ തങ്ങൾക്ക് കിട്ടാത്തതുകൊണ്ടാണ് സംഘടനയ്ക്ക് സമ്മതം കൊടുക്കാൻ താമസം പിടിച്ചത്. തങ്ങളെ സമ്മതം കിട്ടിയിട്ട് മദീന ഒരു വിഭാഗം, അതിന് മുമ്പ് തന്നെ പെട്ടെന്ന് ഉണ്ടാക്കണം ഒരു വിഭാഗം. അങ്ങനെയാണ് 25 സംഘടന ഉണ്ടായത്. പിന്നെ 26 സമസ്തയായി മാറിയത് എന്ന് ശൈഖുന പറഞ്ഞത് കേട്ട ആളുകൾ പ്രസംഗിക്കുന്നത് ഞാൻ കേട്ടിട്ടുണ്ട്, ഇന്നത്തെ സമസ്തന്റെ പ്രസിഡന്റ് ഉൾപ്പെടെ. സുഹൃത്തുക്കളെ, പച്ചക്കളവ് റസൂലിന്റെ പേരിൽ അടിച്ചു വിടുകയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മക്കയിൽ പ്രബോധനം തുടങ്ങിയപ്പോൾ ആ ജനങ്ങളോട് പറഞ്ഞത് ലാത്തയെയും ഉസ്സയെയും മനാത്തയെയും ഇബ്രാഹിം നബിയെയും ഇസ്മായിൽ നബിയെയും അങ്ങനെ തുടങ്ങി മുൻകഴിഞ്ഞ മഹാന്മാരായ ഔലിയാക്കളെയും അമ്പിയാക്കളെയും വിളിച്ചു തേടിയിരുന്ന ഒരു ജനതയോട് റസൂൽ പറഞ്ഞത് അള്ളാനെ മാത്രം വിളിച്ചു തേടാനാണ്. ആ റസൂലിനെ കുറിച്ചാണ് ഈ പറയുന്നത്. അല്ലല്ലാത്തവരെ വിളിച്ചു തേടാൻ വേണ്ടി ഉണ്ടാക്കിയ സമസ്ത, ആ സമസ്ത രൂപീകരിക്കാൻ അനുവാദം കൊടുത്തതും ആ രൂപീകരണ പ്രഥമ യോഗത്തിൽ ദുആക്ക് ആമീൻ പറഞ്ഞതും റസൂലാണ്. ഇങ്ങനെ പച്ചക്കളവ് പറഞ്ഞ് ബാത്തിലിന്റെ മേൽ പടുത്തുയർത്തിയ സമസ്ത എന്ന പിന്തിരിപ്പൻ പ്രസ്ഥാനം, ആ പ്രസ്ഥാനത്തിന്റെ ഇന്നത്തെ അവസ്ഥ എന്താണ്? ബാത്തിലിന്റെ മേൽ രൂപീകൃതമായ പ്രസ്ഥാനമായതുകൊണ്ട് തന്നെ ബാത്തിലിന് വേണ്ടി തമ്മിൽ തല്ലിക്കൊണ്ടിരിക്കുകയാണ് ഈ പ്രസ്ഥാനം. ആ പ്രസ്ഥാനത്തിന്റെ ചരിത്രത്തിലെ ഏറ്റവും വലിയ ഭിന്നിപ്പാണല്ലോ APEK ഭിന്നിപ്പ്. സമസ്ത രണ്ടായി പിളർന്നു. അതിന്റെ പേരിൽ കേരളീയ മുസ്ലിം സമൂഹത്തിലുണ്ടായ കുതൂഹലങ്ങള്, പ്രശ്നങ്ങള്, സംഘർഷങ്ങള്, കലാപങ്ങള് അതിലേക്ക് വരുന്നുണ്ട് ഇൻഷാ അല്ലാഹ്. ഏതായാലും ആ ഭിന്നിപ്പിന് ശേഷം ഇവർക്കിടയിലുണ്ടായ ഏറ്റവും വലിയ തർക്കം ആർക്കാണ് റസൂലുള്ളാഹിന്റെ പിന്തുണയുള്ളത് എന്നല്ല. കാരണം ഇവർക്കറിയാം റസൂലുള്ളാഹിന്റെ പിന്തുണ ഇതിനില്ല എന്നുള്ളത്. കാരണം റസൂൽ പഠിപ്പിച്ച ആദർശത്തിന് നേരെ എതിരെയുള്ള ഒരു ആദർശം പ്രചരിപ്പിക്കാനാണ് ഈ ബാത്തിലിന്റെ പ്രസ്ഥാനം ഇവിടെ ഉണ്ടായത്. പിന്നീട് ഇവർക്കിടയിലുണ്ടായ തർക്കം ഈ കേരളീയ സമൂഹത്തിലെ ഈ കഴിഞ്ഞ 4 പതിറ്റാണ്ടിനിടയിലെ ഏറ്റവും വലിയ ഫിതനയായ CM മടവൂർ എന്ന വ്യക്തി, മടവൂരിന്റെ അംഗീകാരം ആർക്കാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പരസ്പരം തമ്മിൽ തല്ലാൻ തുടങ്ങിയത്. ഒരു കൂട്ടർ പറയും മടവൂരിന്റെ പിന്തുണ ഞങ്ങൾക്കാണ്, അപ്പൊ മറ്റേ കൂട്ടർ പറയും അല്ല മടവൂരിന്റെ പിന്തുണ ഞങ്ങൾക്കാണ്. പിന്നെ ഇവർക്ക് റസൂലിന്റെ പിന്തുണ എന്നല്ല ആവശ്യം, മടവൂരിന്റെ പിന്തുണയാണ്. കാരണം അങ്ങനത്തെ ഒരു പ്രസ്ഥാനമാണല്ലോ. അപ്പൊ ഒരു മാനസിക രോഗിന്റെ പിന്തുണയാണ് ഇവർക്ക് വേണ്ടത്. ഏതായാലും ഈ വിഷയത്തിലുള്ള ഇവരുടെ തർക്ക കുതർക്കങ്ങൾ കാണുമ്പോൾ നിഷ്പക്ഷനായ ഒരു വ്യക്തിക്ക് ബോധ്യമാകുന്ന ഒരു സംഗതി ഉണ്ട്. എന്താണ്? ഈ മടവൂര് എന്ന് പറയുന്ന ഈ മാനസിക രോഗി യഥാർത്ഥത്തിൽ ഇവരെ തമ്മിൽ തല്ലിക്കുകയായിരുന്നു. 2 കൂട്ടരെയും തമ്മിൽ തല്ലിക്കുന്ന പണിയാണ് ഈ മടവൂര് എന്ന് പറയുന്ന വ്യക്തി എടുത്തത്. കാരണം മടവൂരിന്റെ അടുത്ത് ഈ ഭിന്നിപ്പിന്റെ സമയത്ത് 2 വിഭാഗം ആളുകളും കാണാൻ വരുമ്പോൾ പറയും, ഒരു കൂട്ടർ വരുമ്പോൾ പറയും നിങ്ങളാണ് ഹക്കിന്റെ ഭാഗത്ത് അറിയും, മറ്റേ ടീം കാഫറുകള്. കുറച്ച് കഴിയുമ്പോൾ മറ്റേ ടീം വരുമ്പോൾ എന്ത് പറയും,
നിങ്ങളാണ് യഥാർത്ഥ ഹക്കിന്റെ ത്വരീഖത്ത്, നിങ്ങളാണ് യഥാർത്ഥ വഴി എന്ന് പറഞ്ഞു കൊടുക്കും. അതും പറഞ്ഞിട്ട് രണ്ടു കൂട്ടരും തമ്മിൽ തല്ല. മടവൂരിത് രണ്ടു കൂട്ടരും തമ്മിൽ തല്ലിച്ച് കണ്ട് ഇവിടെ കിടന്നങ്ങനെ സുഖിച്ച് കിടക്കുക. ഇതായിരുന്നു മടവൂരിന്റെ സ്വഭാവം. സുഹൃത്തുക്കളെ, ഇത് വെറുതെ പറയല്ല. ഈ ഭിന്നിപ്പിന്റെ സമയത്ത് ഇന്നോളം ഈ സമസ്തക്കാർക്കിടയിൽ ഏറ്റവും വലിയ ചർച്ചാ വിഷയമായ ഒരു പ്രസംഗമുണ്ട്. ഈ എപിക്കാരുടെ നേതാവായ ഉള്ളാൾ തങ്ങൾ നടത്തിയ പ്രസംഗം. ഉള്ളാൾ തങ്ങൾ മടവൂരിനെ കാണാൻ പോയ സമയത്ത് മടവൂര് പറഞ്ഞ മറുപടി, ഞാൻ ഏത് ഭാഗത്ത് നിൽക്കണം എന്ന് ഉള്ളാൾ തങ്ങൾ ചോദിച്ച സമയത്ത് മടവൂര് പറഞ്ഞ മറുപടി ഉണ്ട്, എല്ലാവരും കേട്ടതാണ്. അത് ഇന്നും ചർച്ചയായിക്കൊണ്ടിരിക്കുന്ന ഒരു ക്ലിപ്പാണ്. ഈ അവസരത്തിൽ ഒന്നുകൂടി ആ ക്ലിപ്പ് ഒന്ന് കേട്ടു നോക്കുക. ഞാന് അവിടെ എപ്പോഴും പോണ ആളൊന്നുമല്ല. ഈ ഔലിയാക്കന്മാരെ പിന്നാലെ പോയാൽ പണിയൊന്നും ഇരിക്കില്ല. വളരെ ബുദ്ധിമുട്ടായ ചിലപ്പം അങ്ങനെ ആളുണ്ടെന്ന് കേട്ടാൽ ഞാൻ ഇതൊന്നും പോകില്ല. ഒരിക്കലും ഈ മടവൂരിനെ കാണാൻ വേണ്ടി ഞാൻ പോയി. എന്തിന്? ഈ കുഴപ്പം വന്നതിന് ശേഷം നമ്മുടെ ഇടയിൽ ഒരു ഭിന്നിപ്പ് വന്നപ്പോ ഈ മൂപ്പരോട് എന്നെ പോയിട്ട് പറയാം. അപ്പോഴാണ് എന്നെ പിടിപ്പിച്ച് വാൽ തുറന്നെത്തിയെന്ന് ഒരാളോടും ഉണ്ടാത്തക്കാരാ തരാൻ ചേച്ചി സ്ഥലം വിളിക്കും. സ്ഥലം വിളിക്കേണ്ട ശേഷം ഞാൻ വന്ന സംഗതി പറഞ്ഞു, ഇപ്പോഴെല്ലാം ഭിന്നിപ്പും കായും ഒക്കെ ആയിപ്പോയി. അതുകൊണ്ട് ഞാൻ എന്ത് ചെയ്യും? നിങ്ങൾ ഹക്കന്റെ മേൽ അടിയുറച്ചു പോകണം. അപ്പാണ് നമ്മൾ ഉസ്താദല്ലേ, ഇക്ക് ഉസ്താദല്ലേ, ഞാൻ എന്ത് ചെയ്യണം? അന്താരൽ ഹക്ക്, നീ ഹക്കന്റെ മേൽ അടിയുറച്ചു നോക്കണം. വീണ്ടും ഞാൻ പറഞ്ഞപ്പോൾ കഫറ, മടവൂര് കഫറ എന്ന് പറഞ്ഞതാ, ഞാൻ പറഞ്ഞതല്ല. കഫറക്ക് പല അർത്ഥമുണ്ട്, ആയിരിക്കുമല്ല. അതുകൊണ്ട് അതങ്ങട്ട് പരത്തിയിട്ട് ഉള്ളാളക്കം ഞാൻ ഒഴുകിപ്പോകുന്നു വിചാരിച്ചല്ലാരും. പ്രസിഡന്റ് കത്തും കൊത്തൊക്കെ വന്നു. പറഞ്ഞവനൊക്കെ എവിടെ പോയി? എവിടെ? കേട്ടില്ലേ? ഇത്രത്തോളം വിവാദമായൊരു പ്രസംഗം സമസ്തയുടെ ഭിന്നിപ്പിന് ശേഷം ഒരു കുട്ടി പ്രസംഗിച്ചിട്ടില്ല. വർഷങ്ങളോളം ചർച്ചയായ പ്രസംഗമാണത്. മുമ്പ് പറയാണ്, എനിക്ക് ഔലിയാക്കളെ പിന്നാലെ നടക്കണ പണിയൊന്നുമില്ല, വലിയ ബുദ്ധിമുട്ടാകുമ്പോഴേ പോവുള്ളൂ. അതെന്തോടും നിങ്ങൾ ഔലിയാക്കളെ പിന്നാലെ നടക്കണ്ടേ? അള്ളാഹുവിൽ നിന്ന് വിട്ട് ഔലിയാക്കളിലേക്ക് ക്ഷണിക്കാനല്ലേ നിങ്ങളെ പ്രസ്ഥാനം ഉണ്ടായത്? ഔലിയാക്കൾ എന്ന് നിങ്ങൾ ഓമന പേരിട്ട് വിളിക്കുന്ന മാനസിക രോഗികൾ, അവരിലേക്ക് ക്ഷണിക്കാൻ നിങ്ങൾ പ്രസ്ഥാനം തന്നെ ഉണ്ടായത്. പിന്നെ നിങ്ങൾ ഓലെ പിന്നാലെ പോകണ്ടേ? ഓലെ പിന്നാലെ പോകില്ലാതെ നടക്കുക. ഞങ്ങള് കൗമുനെ മുഴുവൻ ഈ ഔലിയാക്കൾ എന്ന് പറയുന്ന ആൾക്കാരെ പിന്നാലെ വിടുക. എന്നിട്ടോ ഞാൻ അങ്ങനൊന്നും ഔലിയാക്കളെ പിന്നാലെ പോകൂല, വലിയ ബുദ്ധിമുട്ടി ഇടങ്ങാറായി നിൽക്കുന്ന സമയത്ത് ഞാൻ പോകുള്ളൂ. അങ്ങനെ ബുദ്ധിമുട്ടി ഇടങ്ങാറായി നിൽക്കുന്ന സമയത്താണ് ഇയാള് ഈ മടവൂരിന്റെ അടുത്തേക്ക് പോയത്. മനസ്സിലായോ? എന്നിട്ട് മടവൂരിനോട് പറഞ്ഞത് ആകെ ഭിന്നിപ്പും കുഴപ്പും കാര്യങ്ങളൊക്കെയാണല്ലോ നമ്മളെ കൂട്ടത്തില്. അപ്പൊ ഞാൻ എന്ത് ചെയ്യണം? ഞാൻ എവിടെ നിൽക്കണം? അപ്പൊ മടവൂര് പറഞ്ഞു, അൻത അലൽ ഹക്ക്, ഈ ഹക്കിന്റെ മുകളിൽ തന്നെ അടിയുറച്ചു നിൽക്കണം. അതായത് കാന്തപുരത്തിന്റെ കൂടെ നിൽക്കണം. ഈ മടവൂരിന് തലക്ക് വെളിവില്ലായിരുന്നു എന്നുള്ള ഇതിനെക്കാട്ടും വലിയ തെളിവേറെ എന്തെയാണോ? അങ്ങനെ കാന്തപുരത്തിന്റെ ഒപ്പം അടിയുറച്ചു നിൽക്കണം എന്ന് പറഞ്ഞു. അപ്പൊ ഈക്കെ നമ്മളെ ഉസ്താദല്ലേ എന്ന് ചോദിച്ചപ്പോ കഫറ എന്ന് പറഞ്ഞാൽ കഫറായി. അതാണ് അതിന്റെ അർത്ഥം. ഇതങ്ങണ്ട് വിവാദമായി. കാരണം സ്വന്തം ഉസ്താദിനെയാണ് കാഫിർ എന്ന് വിളിച്ചത്. അപ്പൊ അനുയായികളുടെ കുറെ വിശദീകരണം. കാഫിർ എന്ന് പറഞ്ഞാൽ കൃഷിക്കാരൻ എന്നൊരു അർത്ഥം കൂടിയുണ്ട്. ഈക്കൊക്കെ എന്ത് കൃഷിയായിരുന്നു? പൂളകൃഷിയോ അത് ചേമ്പും കൃഷിയോ? എന്ത് കൃഷിയാണ് ഈക്ക അവിടെ ചെയ്തിരുന്നത്? അപ്പൊ ഇയാളത് പറയണ്ട് കഫറൊക്കെ അങ്ങനെ പല അർത്ഥമുണ്ട്, അതൊക്കെ എനിക്കും അറിയാം. ഇതിന് മുമ്പ് ചോദിച്ചാ പറഞ്ഞോലൊക്കെ എവിടെ പോയി? പറഞ്ഞോലൊക്കെ പോയി, പറഞ്ഞ മടവൂരൊക്കെ പോയി. പക്ഷെ കേട്ട കൗമും കേട്ട സാധാരണക്കാരും ഇപ്പോഴും ഇവിടെ ഉണ്ടല്ലോ. ഈ പ്രസംഗമൊക്കെ കേട്ടെ ഒരടിയിലുള്ള പോയി പുതിയ വിവാദങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുരുക്കി പറയാ, ഈ ഉള്ളാൾ തങ്ങളോട് മടവൂർ പറഞ്ഞു, അൻത അലൽ ഹക്ക്, ഇത് ഹക്കിന്റെ മോള്, അതായത് കാന്തപുരത്തിന്റെ കൂടെ അടിയുറച്ചു നിന്നോ. ഇതൊരു നിലപാടാണ്, വേണമെങ്കിൽ പറയാം. പക്ഷെ ഇതേ മടവൂര് ഈക്കനോട് എന്ത് പറഞ്ഞു? ഈക്കന്റെ ആണ് യഥാർത്ഥ ത്വരീഖത്ത്. കേട്ടോളി. മഹാനരായ മടവൂർ ശൈഖുനായിട്ട് ബന്ധപ്പെട്ട വിഷയത്തില് നിങ്ങളെ നിലപാടെന്താ? അതൊന്ന് വ്യക്താക്കി. നിങ്ങള് മടവൂർ ശൈഖുന നിങ്ങളെ കുറിച്ച് അൻത അലൽ ഹക്ക് എന്ന് പറഞ്ഞല്ലേ നിങ്ങൾ പറയണത്? അതിപ്പോ ഇ കെ ഉസ്താദിനെ പറ്റിയിട്ടും വലിയ വർത്താനങ്ങള് ബഹുമാനപ്പെട്ട ശംസുൽ ഉലമ ഇ കെ ഉസ്താദിനെ സംബന്ധിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താ പറഞ്ഞത്? ഇ കെ ഉസ്താദിനെ പറ്റി പറഞ്ഞു. ഇവിടെ മടവൂര് മക്കാമ് പുറത്തിറക്കിയ പുസ്തകത്തിൽ കാണാം, ബഹുമാനപ്പെട്ട മടവൂര് ശൈഖുനയുടെ സ്മരണയിൽ കാണാം, ഈ കൈയുടെ തരീഖ് നല്ലത്. ആര്? ബഹുമാനപ്പെട്ട മടവൂര് ശൈഖുന. അത് മടവൂര് ശൈഖുന
ഇ.കെ. ഉസ്താദിനെ പറ്റി പറഞ്ഞിട്ടുണ്ട്, വലിയ മഹത്വങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അവിടെയാ ഞങ്ങള് ഒരു കാലത്ത് ഞങ്ങൾക്ക് മഹാനായ ഇ.കെ. ഉസ്താദിനെ കുറിച്ച് മടവൂർ ശൈഖുന പറഞ്ഞ മഹത്വങ്ങൾ അത് പറയാൻ നിങ്ങൾ ഞങ്ങൾക്ക് വിലങ്ങ് തടിയായിരുന്നു. ഞങ്ങൾക്കത് പറയാൻ അവസരം തന്നില്ല. ഞങ്ങളെ പറഞ്ഞ് പറ്റിച്ചതെന്താ? ശംസുൽ ഉലമ പിഴച്ചാളാണ്. അതാ ഞങ്ങൾ ചോദിക്കുന്നത്, ശംസുൽ ഉലമക്ക് പിഴച്ചതെവിടെ? കേട്ടില്ലേ? മടവൂര് മക്കാമ് പുറത്തിറക്കിയ പുസ്തകത്തിലുള്ളത് ഇ.കെയുടെ ത്വരീക്ക് നല്ല ത്വരീക്കാണ്, നല്ല വഴിയാണ്, അതുകൊണ്ട് ഇ.കെന്റെ കൂടെയാണ് നിൽക്കേണ്ടത് എന്നുള്ളപ്പോൾ അതിന്റെ അർത്ഥം. അപ്പുറത്തോ ഉള്ളാളുതങ്ങൾ വന്നപ്പോ പറഞ്ഞു അൻത അലൽ ഹക്ക്, കാന്തപുരത്തിന്റെ വഴിയാണ് യഥാർത്ഥ ഹക്കിന്റെ വഴി, അവിടെ നിന്നോ. അപ്പൊ ഇ.കെ നമ്മളെ ഉസ്താദല്ലേ, കഫറ മൂപ്പര് കഫറായിട്ടുണ്ട്, അവിടെ കാന്തപുരത്തിന്റെ കൂടെ തന്നെ നിന്നോ. ഇത് മുണിങ്ങിപ്പോയി രണ്ടു കൂട്ടരും. എന്നിട്ട് ഓരോടെ തെരുവിൽ തമ്മ് തെല്ലണത് ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത എന്ന് മടവൂര് പറഞ്ഞിട്ടുണ്ടെന്ന് ഇവര്. മറ്റോലെ അവിടുന്ന് ഞങ്ങളാണ് യഥാർത്ഥ സമസ്ത എന്ന് മടവൂര് പറഞ്ഞിട്ടുണ്ട്, കാന്തപുര ഉസ്താദിന്റെ ആണ് ഹക്കായ വഴി, മറ്റേത് കഫറ എന്ന് പറഞ്ഞിട്ടുണ്ട്. ഇവര് രണ്ടു കൂട്ടരും ഇവിടെ പെരുവടി. മടവൂർ അവിടെ കോഴിക്കോട് മൂപ്പന്റെ പെരയില് മലന്ന് അങ്ങനെ കിടന്ന് സൂചിച്ച് കിടക്കുക. നിങ്ങൾ പറയും മടവൂരല്ലേ അവരെ തമ്മ് തല്ലിച്ചത് അല്ലേ? ഈ രണ്ടു കൂട്ടരും പീരേറ്റി കൊടുത്തുകൊണ്ട് മടവൂര് സൂചിച്ചങ്ങനെ കിടക്കുക, ഇവര് തെരുവൂര് തല്ലുക. എന്നിട്ട് ഈ മടവൂരിനെ കുറിച്ചാണ് ഈ കൗമ് പറയണത് മുദബ്ബിറുൽ ആലം, ആലം നിയന്ത്രിക്കുന്ന ആള്. എടോ, ഇത് മുദബ്ബിറുൽ ആലമല്ല, മുഫ്സിദുൽ സമസ്ത എന്ന് പറഞ്ഞ ഇയാളെ കുറിച്ച്. സമസ്തനെ ഫസാദാക്കാൻ വന്ന ആള്. അതിനെക്കാട്ടി നല്ലൊരു പേര് ഇയാൾക്കില്ല ഈ മടവൂരിന്. എന്നിട്ട് ഇപ്പൊ പ്രസംഗിക്കണെന്ത്? ഈ ഇ.കെന്റെ മഹത്വം പ്രസംഗിക്കാൻ ഞങ്ങൾക്ക് തടസ്സമായി നിന്നത് കാന്തപുര സമസ്തയാണ്. ഞങ്ങളെ പറഞ്ഞു പറ്റിച്ചു. എന്ത് പറഞ്ഞു പറ്റിച്ചു? ഇ.കെന്റെ പിഴച്ച മാർഗമാണ് കഫറ, കാന്തപുരത്തിന്റെ ആണ് ഒറിജിനൽ മാർഗം എന്ന് മടവൂര് പറഞ്ഞിട്ടുണ്ട്. നീ കൗമിനെ പറഞ്ഞു പറ്റിച്ചു. അതല്ലേ പറഞ്ഞത്? സമസ്തനെ തമ്മ് തല്ലിച്ചു മടവൂര്. എന്നിട്ട് മൂപ്പരെങ്ങനെ സുഖിച്ചു ജീവിച്ചു. ഓന മുദബ്ബിറുൽ ആലം, ഓന കുതുബുൽ ആലം എന്നൊക്കെ പറഞ്ഞിട്ട് കുറെ കൗമിന്റെ പിന്നാലെ. തലച്ചോറ് എന്ന് പറഞ്ഞ സാധനം ഒരു കരിമ്പയിലും വേണ്ട ഈ കൗമിന്. എന്നിട്ട് ഇപ്പൊ ന്യായീകരിക്കാൻ എന്താ അറിയോ? നിങ്ങളോട് അങ്ങനൊക്കെ പറഞ്ഞിട്ടുണ്ട്, അൻതാലൽ ഹക്ക് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്, ഇ.കെ. ഉസ്താദിനോട് ഇങ്ങനെയും പറഞ്ഞിട്ടുണ്ട്, മടവൂര് പലരോടും പല കോലത്തിലും പറഞ്ഞിട്ടുണ്ട്. അതന്നെ ഇടൂ വട്ടു എന്ന് ഞങ്ങൾ പറയണത്. തലക്ക് വെളിവുള്ള അങ്ങനെ പറയാ, ഒരു നിലപാടുണ്ടാവൂലേ? കേട്ടു നോക്കി. അതേ വെറുതെ വിടൂല. ഉള്ളാൾ തങ്ങൾ പറയേണ്ടത് എന്തെന്ന്? അൻത അലൽ ഹഖ്, ഹഖിന്റെ മേൽ അടിയുറച്ചു നിന്നുകൊള്ളണം. എന്തേ പറഞ്ഞത്? ഹഖിന്റെ മേൽ ഉറച്ചു നിന്നുകൊള്ളണം. അമ്രാണത്. നിങ്ങളിത് കുറച്ച് പനിക്കും, ഇതൊരു സുഖം ഉണ്ടാവൂല. ഈ പണിക്ക് ഇത് വലിയ സുഖം ഉണ്ടാവൂല. അപ്പൊ ബഹുമാനപ്പെട്ട മടവൂരി ശൈഖുന പാണക്കാട് തങ്ങന്മാരെ മഹത്വം പറഞ്ഞിട്ടുണ്ട്, പാണക്കാട് സാദാത്തുക്കളെ മഹത്വം പറഞ്ഞിട്ടുണ്ട്, ഉള്ളാൾ തങ്ങളോട് വലിയ വർത്താനങ്ങൾ പറഞ്ഞിട്ടുണ്ട്, ശംസുൽ ഉലമയോട് വലിയ മഹത്വം പറഞ്ഞിട്ടുണ്ട്, എ.പി. ഉസ്താദിനോട് പറഞ്ഞിട്ടുണ്ട്. സാധാരണക്കാരായ പലരോടും പല രൂപത്തിലും വലിയ വലിയ വാക്കുകൾ ബഹുമാനപ്പെട്ട മടവൂരി ശൈഖുന പറഞ്ഞിട്ടുണ്ട്. സുഹൃത്തുക്കളെ, ഇതാണ് മടവൂര്. ഇതായിരുന്നു മടവൂരിന്റെ നിലപാട്. ഇതാണ് വട്ട് എന്ന് പറയണത്. മടവൂര് ഉള്ളാൾ തങ്ങളോട് വലിയ വലിയ വർത്തമാനം പറഞ്ഞിട്ടുണ്ട്. ഇപ്പുറത്ത് ഇ.കെ. വരുമ്പോൾ ഇ.കെനോടും വലിയ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കുറച്ച് കഴിഞ്ഞാൽ എ.പി. വരും, എ.പിനോടും വലിയ വലിയ വർത്തമാനങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ മടവൂര് മൂപ്പരെടുത്ത് വരുന്ന പലരോടും പല കോലത്തിലും പല രൂപത്തിലും പല ഭാവത്തിലും പല ശൈലിയിലും പറഞ്ഞിട്ടുണ്ട്. ഇതിനാണ് വട്ട് എന്ന് പറയാം, നിലപാടില്ലായ്മ എന്ന് പറയാം, തമ്മ് തല്ലിക്ക, കുത്തിത്തിരിപ്പ് എന്ന് അതിന് പറയാം പച്ച മലയാളത്തില്. മനസ്സിലായോ? എടാ, ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് സർവസമ്മതനായ ഒരു മധ്യസ്ഥന്റെ റോൾ എന്താ? ആരുടെ പക്ഷത്താണ് ന്യായം, ആരുടെ പക്ഷത്താണ് അന്യായം, ആരുടെ പക്ഷത്താണ് സത്യം, ആരുടെ പക്ഷത്താണ് അസത്യം എന്ന് കൃത്യമായി വേർതിരിച്ച് ക്ലിയർ ആയിട്ട് പറഞ്ഞു കൊടുക്കണം. അല്ലാതെ ഒരു പ്രശ്നം ഉണ്ടാകുന്ന സമയത്ത് ഒരു ടീമിന് വരുമ്പോൾ ഓരോട് പറയാ നിങ്ങളാണ് നല്ല ടീം എന്ന് പറയാ, ഓല ഇറങ്ങിപ്പോയി രണ്ടാമത്തെ ടീം വരുമ്പോൾ പറയാ ഓരോന്നല്ല നിങ്ങളാണ് ഉഷാർ എന്ന് പറയാ, അതും കഴിഞ്ഞ് മൂന്നാമതൊരു ടീം വരുമ്പോൾ പറയാ ആ രണ്ട് ടീമും പഴിച്ചോലാണ് നിങ്ങളാണ് ഉഷാർ എന്ന് പറയാ. അങ്ങനെ പലരോടും പല കോലത്തിലോ പറയാ. ഇതിലല്ല കുത്തിത്തിരിപ്പ് എന്ന് പറയാ. അപ്പൊ മടവൂരല്ലേ സമസ്തന്റെ ഭിന്നിപ്പിന്റെ പ്രധാന കാരണക്കാരൻ? കൃത്യമായിട്ട് അയാൾ പറഞ്ഞു കൊടുക്കേണ്ടല്ലായിരുന്നോ? അല്ല എല്ലാരോടും ഇങ്ങനെ സൂചിപ്പിക്കണ വർത്താനം പറയാ. അപ്പൊ എന്താ സംഭവം? മടവൂരിന് മാനസികമാണെങ്കിലും ചെറിയൊരു ബുദ്ധിന്റെ ഓളം തലന്റെ ഏതെങ്കിലും മൂലക്കം ഉണ്ടാവുമല്ലോ. അങ്ങനെ ഉണ്ടല്ലോ, ഏത് പിരാന്തനോടും ഒരു തീക്കുണ്ടാരം കാണിച്ചു കൊടുത്തിട്ട് അയക്കൊന്ന് ചാടാൻ ചാടൂല. കാരണം ഓന്റെ ഉള്ളിന്റെ എവിടെ ഉണ്ടാവും ഈ തീയേറെ സാധനം. ചാടി കഴിഞ്ഞാൽ പൊള്ളും, ഇവൻ ചാടാൻ നിൽക്കൂല എന്ന് പറഞ്ഞവര് മടവൂര് ഇതിൽ ബുദ്ധിക്ക് കളിച്ചു. എന്ത്? എല്ലാരെയും സൂചിപ്പിച്ചു കൊടുത്തു. അല്ലെങ്കിൽ മടവൂരിന് കിട്ടാൻ പോകുന്ന നല്ല അടിയായിരിക്കും. അപ്പൊ മുദബ്ബിറുൽ കുത്തുബുല്ലാലമാണ്, കുത്തുബുൽ അക്താബ് നോക്കൂല. ഏതൊരു പക്ഷത്തിന്റെ കൂടെ നിന്ന് കഴിഞ്ഞാൽ മറ്റേ പക്ഷം വന്നിട്ട് ചാമ്പും. അത് മടവൂരിന് പറയാം. അത് മനസ്സിലാക്കാനുള്ള ബുദ്ധിയൊക്കെ മൂപ്പർക്ക് ഉണ്ടായിരുന്നു. അങ്ങനെ ഉണ്ടല്ലോ, ഈ രണ്ട് പെണ്ണിട്ട് ആൾക്കാർ കാണുന്ന ഒരു ബുദ്ധി ഉണ്ട്. എന്ത്? ആദ്യത്തെ പെണ്ണുങ്ങൾ അടുത്ത് ചെല്ലുമ്പോൾ ഓളൊന്ന് മുഖം വീർപ്പിക്കുമ്പോൾ ഓളോട് പറയും ഇജ് എന്തിനായി മോന്ത കാണിപ്പിക്കണ്ടേ, ഇജല്ല എന്റെ മുത്ത്, ഇജ് ആദ്യം വന്നോളല്ലേ, എനിക്ക് അന്നെ കഴിഞ്ഞിട്ടേ മറ്റോളുള്ളൂ എന്ന് പറയും. പിറ്റേന്ന് ഓളെടുത്ത് പോകും.
അപ്പോൾ ഓള് മോന്ത ഉറപ്പിക്കുമ്പോൾ ഓളോട് എന്ത് പറയും, ഇജല്ല ഫ്രഷ്, ഇജല്ല പുതിയത് വന്നത്, എനിക്ക് അന്നെ കഴിഞ്ഞിട്ടേ മറ്റോളുള്ളൂ, മറ്റേത് പയഞ്ചൻ, ഞാൻ എനിക്ക് അന്നോടാണ് കൂടുതൽ സ്നേഹം എന്നറിയും. ഈ ട്രപ്പീസുകൾ ഉണ്ടല്ലോ, ബുദ്ധിക്ക് കളിക്കല്, ഈ കളിയാണ് മടവൂര് കളിച്ചത്. രണ്ടു കൂട്ടരും സൂചിപ്പിച്ചു, രണ്ടു കൂട്ടർ നിങ്ങളാണ് ഹക്കിന്റെ മാർഗത്തിൽ എന്ന് പറഞ്ഞു. ഇല്ലെങ്കിൽ സംഭവിക്കാൻ പോകണമെന്ന് മടവൂരിനറിയാം. കാരണം ആ ഭിന്നിപ്പിന്റെ പേരിൽ കേരളത്തിലുണ്ടായിരുന്ന കലാപങ്ങൾ എത്രയാന്നുള്ളത് ഇവരെന്നെ പറയട്ടെ. എന്തിനാ ഞങ്ങൾ നാട്ടിൽ ഫിത്തന ഉണ്ടാക്കിയത്, ഫസാദ് ഉണ്ടാക്കിയത്? ഈ മലപ്പുറം ജില്ലയിൽ എന്തൊക്കെ ഏറ്റുമുട്ടലുണ്ടായി, തെരുവിൽ ഏറ്റുമുട്ടിയില്ലേ, മദ്രസകൾക്ക് ഇടച്ചുമര് വന്നില്ലേ, വെള്ളിയാഴ്ച നടക്കുന്ന ജുമയിൽ സംഘർഷം, സുബ്ഹാനല്ലാഹ്, രണ്ട് ടീമിന്റെ ആൾക്കാർ ഇങ്ങനെ നിൽക്കുക ഖുത്ബോദാന്. ആരാ ഖുത്ബോദണ്ട്? പള്ളിക്ക തർക്കം. അപ്പൊ വിദഗ്ധരായ രണ്ടാൾക്കാരെ കൊണ്ടുവന്നിരിക്കുക, രണ്ടാളും ഇങ്ങനെ നിൽക്കുക. അപ്പുറത്ത് മുഅദ്ദിൻ മഅ്സറ വിളിക്കാണ് വാൾ കൊടുത്തിട്ട്. അപ്പൊ ഇങ്ങനെ PT ഉഷ ഓടാൻ നിൽക്കണമായി രണ്ട് ടീം ഇങ്ങനെ നിൽക്കണത്. കാരണം എന്താ? ആദ്യം മിമ്പർമ കയറുന്നവർക്കാണ് ഖുത്ബോദാൻ പറ്റുള്ളൂ. സുബ്ഹാന ജല്ല ജലാലു. ഇവിടെ മഅ്സറ അവസാനിക്കുമ്പോഴേക്ക് എന്ത് ചെയ്യാണ്? ഒരുത്തം പോയിട്ട് നേരെ വാളൊന്നും മേടിക്കാതെ മിമ്പർമ കയറിയിട്ട് അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ് അവിടെ ഇരുന്നു. അപ്പൊ മറ്റാൾ ഇങ്ങനെ മേപ്പോട്ട് നോക്കി ആവട്ടെ ഇങ്ങനെ എന്താ സംഭവിച്ചെന്ന്. അപ്പൊ മറ്റവന്റെ മസാല എന്താ? വാള് പിടിക്കൽ ചെറുത്തല്ല. എത്ര സ്ഥലത്ത് നിങ്ങൾ ഫിത്തന ഉണ്ടാക്കി, ഏറ്റുമുട്ടൽ ഉണ്ടാക്കി, എന്തൊക്കെ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, എത്ര സ്ഥലത്ത് പള്ളി പൂട്ടി. എന്തിനേറെ ബാപ്പയും മക്കളും തമ്മിൽ തല്ലൂടില്ലേ? ഒരു വീട്ടിൽ രണ്ട് ഗ്രൂപ്പ്, ബാപ്പ വേറൊരു ഗ്രൂപ്പ്, മകൻ മറ്റൊരു ഗ്രൂപ്പ്. ജ്യേഷ്ഠനും അനിയനും തമ്മിൽ കണ്ടാ മിണ്ടുന്നില്ല, ഭക്ഷണം കഴിക്കാൻ വീട്ടിൽ വരുന്നില്ല. അതാ വീട്ടിൽ നിന്ന് ഉപരോധം ഏർപ്പെടുത്തി, വീട് വിലക്കലുണ്ടായി, കല്യാണം മുടക്കുക. കല്യാണ അന്വേഷണം വരുമ്പോ ഓന് മറ്റേ ടീമാ പെണ്ണ് കൊടുക്കണ്ട, അപ്പൊ പുറത്തുനിന്ന് ഓ മറ്റേ ടീമാ പെണ്ണ് കൊടുക്കണ്ട. എന്തൊക്കെ തർക്കങ്ങൾ ഉണ്ടാക്കി, കൊലവിളികൾ നടന്നില്ലേ? ഇല്ലേ? എന്റെ പ്രിയപ്പെട്ട സഹോദരന്മാരെ, ആ കോഴിക്കോട് ജില്ലയിലെ അമ്പലക്കണ്ടിയിലെ KTC അബ്ദുൽ ഖാദർ, ആ പാവപ്പെട്ട ചെറുപ്പക്കാരന്റെ ജീവൻ പോയില്ലേ? എന്റെ പ്രിയപ്പെട്ട സുഹൃത്തുക്കൾ ചിന്തിക്കുക. ഈ മലപ്പുറം ജില്ലയിലെ കിടങ്ങയത്തെ കുട്ടിക്ക ഖബറിലല്ലേ ഉള്ളത്? നമ്മുടെ കുറ്റിമൂച്ചിക്കൽ അബ്ദു, അയാൾ ഇന്ന് ഖബറിലല്ലേ ഉള്ളത്? മണ്ണാർക്കാട് കുഞ്ഞുഹംസ, നൂറുദ്ദീൻ, അവരൊക്കെ ഇന്ന് ഖബറിലല്ലേ ഉള്ളത്? എന്തിന്റെ പേരിൽ ആ പാവപ്പെട്ട ചെറുപ്പക്കാരുടെ ജീവൻ പോയത്? അവരുടെ പ്രിയപ്പെട്ട ഭാര്യമാര് വിധവയായത്? കുണ്ടൂർ ഉസ്താദിന്റെ മകൻ കുഞ്ഞു ഖബറിലല്ലേ ഉള്ളത്? എന്തിനാ പാവപ്പെട്ട ചെറുപ്പക്കാരനെ കൊല ചെയ്തത്? ആ പാവപ്പെട്ട മുസ്ലിം ചെറുപ്പക്കാർ, സുന്നത്തി ജമാഅത്തിൽ വിശ്വസിച്ച പാവപ്പെട്ട കൂട്ടുകാർ, അവരങ്ങൾ തരിപ്പിക്കേറ്റില്ലേ? എന്തിനാ പാവപ്പെട്ട ചെറുപ്പക്കാരികളായ ഭാര്യമാരെ നിങ്ങൾ വിധവകളാക്കി, പറക്കുമുറ്റാത്ത മക്കളെ നിങ്ങൾ യതീമുകളാക്കി? പറയൂ മറുപടി. അവർക്ക് ഉപ്പയില്ലേ? അവർക്കും ഉമ്മയില്ലേ? ആ പാവപ്പെട്ട ഉപ്പയുടെയും ഉമ്മയുടെയും ആ മക്കൾ നഷ്ടപ്പെട്ട വേർപാടിന്റെ വിരഹദുഃഖം, ആ പാപഭാരം നിങ്ങളോടെ കൊണ്ടുപോയി കഴുകിക്കളയും. പറ മറുപടി. എന്തിനാ നാട്ടില് ഇവിടെ ഈ സമുദായത്തെ, ഈ ഉമ്മത്തിനെ നിങ്ങൾ എന്തിനു നടുക പുലർത്തി? എന്തിന് നിങ്ങൾ ഇവിടെ നഷ്ടം, കേരളത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കി, ബുദ്ധിമുട്ടുകൾ ഉണ്ടാക്കി? എന്തൊക്കെ തോന്നിവാസങ്ങളാണ് നടത്തിയത്? കേരളത്തിന്റെ തെരുവുകളെ മുഴുവൻ നിങ്ങൾ മരീമസപ്പെടുത്തില്ലേ? എന്നിട്ട് നിങ്ങൾ പാട്ടുപാടുക, മനസ്സുള്ളിൽ മാനവികത പൂത്തുലയട്ടെ. എന്നാലോ നിങ്ങൾ എല്ലാ മാനവിക വിരുദ്ധ തിമിർത്താടലുകളും പുകഴ്ത്തലുകളും നടത്തിയതല്ലേ നിങ്ങള്? എന്നിട്ട് ഇപ്പൊ നിങ്ങൾ പൂത്തലയാൻ വേണ്ടി പാട്ടുപാടി നടക്കുക. എന്തിനു വേണ്ടി? എന്തിനീ പരസ്പരം സ്റ്റേജ് കെട്ടി അങ്ങോട്ടും ഇങ്ങോട്ടും തെറിയഭിഷേകം നടത്തുക? സുബ്ഹാന ജല്ല ജലാലു. മറ്റോന്റെ പാഠപുസ്തകം എടുക്കുക, ഇപ്പുറത്തെ പാഠപുസ്തകം എടുക്കുക, എന്നിട്ട് ഇങ്ങനെ വിശദീകരിക്കുക തെരുവിലിട്ടിട്ട്. മുസ്ലിമീങ്ങൾ കേൾക്കുന്നില്ലേ? മറ്റുള്ള ആളുകൾ കേൾക്കുന്നില്ലേ? എന്നിട്ട് ഇങ്ങനെ പറയാ, എന്റെ ബുക്കിലുള്ളത് എന്താ? ശാസ്ത്രീയതൊന്നുമില്ല, പിന്നെ ബഷീർ കീശ കീറി. അപ്പൊ പരിഹസിച്ച് ചോദിക്കുക, എന്നാണ്ട് തുന്നി കൊടുത്താ പോരായിരുന്നോ? എന്നിട്ട് അടുത്തത് കുനിയൻ അമ്മിയിൽ കയറി. നമ്മളെ ഗീലത്ത് ഭാഷക വിശദീകരണ, കുനിയൻ അമ്മിയിൽ കയറി അല്ലേ? എന്നിട്ട് പറയണെന്തെന്ന്, ഞങ്ങളെ കുനിയൻ അമേരിക്കയിലെത്തിയിട്ടുണ്ട്, നിങ്ങളെ കുനിയപ്പോഴും വെള്ളിമാടുകുന്നു അമ്മിയുടെ മുകളില. നഊദുബില്ലാ. ആരെ പറ്റിയായി പറയുന്നത്? ശംസുൽ ഉലമയെ പറ്റി. സുഹൃത്തുക്കളെ കേട്ടില്ലേ? സമസ്തയിലെ പിളർപ്പിന്റെ ഭാഗമായി കേരളത്തിലുണ്ടായ കലാപങ്ങളാണ് ഈ പറയുന്നത്, പ്രശ്നങ്ങളാണ് ഈ പറയുന്നത്. ഇത് മടവൂരും കാണുന്നുണ്ടല്ലോ, മൂപ്പർക്കും മനസ്സിലായി. ഇതിൽ കൊണ്ട് ഈ തല വെച്ചു കൊടുത്തു കഴിഞ്ഞാല് വലിയ മുദബ്ബറുൽ ആലമാന്ന് നോക്കൂല, നമ്മളെ തലയും എടുക്കുന്നു മനസ്സിലായി. അതിനെക്കാട്ടി നല്ല തീവണ്ടി കൊണ്ട് ഈ തല വെക്കുന്ന മൂപ്പർക്ക് മനസ്സിലായി. അപ്പൊ മൂപ്പര് ബുദ്ധി കളിച്ചു, ചെറിയൊരു ബുദ്ധി മൂപ്പർക്കുണ്ടല്ലോ. മൂപ്പര് വരുന്ന ആൾക്കാരൊക്കെ സൂചിപ്പിച്ചു, നിങ്ങളാണ് ഹക്കിന്റെ ആൾക്കാർ അറിയും ഒരു ടീമിനോട്. അത് കഴിഞ്ഞിട്ട് വേറെ ടീം പോകുമ്പോൾ പറയും നിങ്ങളാണ് ഹക്കിന്റെ ആൾക്കാർ എന്ന് പറയും. ഇതൊക്കെ നേതാക്കന്മാരുടെ രഹസ്യമായിട്ട് പറയട്ടാ. നാം മടവൂരിന് പരസ്യമായിട്ട് പറയണ്ടേ? പൊതുരംഗത്തേക്ക് ഇറങ്ങിയിട്ട് ജനങ്ങളോട് പറയണ്ടേ, ഇതാ ഈ പിളർപ്പിൽ ഇന്ന വിഭാഗത്തിന്റെ ഭാഗത്താണ് ഹക്ക് എന്ന് പറയണ്ടേ? അത് പറയാൻ മടവൂര് തയ്യാറായില്ല. കാരണം മടവൂരിന് മനസ്സിലായി, ഇത് ഒരു വിഭാഗത്തിനെ സൂചിപ്പിച്ചു പറഞ്ഞു കഴിഞ്ഞാൽ മറ്റേ വിഭാഗം വന്നിട്ട് ആകെ മുദബ്ബറുൽ നോക്കൂല, ചവിട്ടി മൂലക്കൊടന്ന് മനസ്സിലായി. അപ്പൊ ഒരു ബുദ്ധി കളിച്ചു. ഇതായിരുന്നു മടവൂര്. സുഹൃത്തുക്കളെ, ഇത് സമസ്തയിലെ പിളർപ്പിന്റെ വിഷയത്തിൽ മടവൂരെടുത്ത നിലപാട്. ഇനി ഈ വിഷയം തന്നെയായിരുന്നു മടവൂരിനെ കാണാൻ വരുന്ന ആൾക്കാരോടൊക്കെ മടവൂര് സ്വീകരിച്ചിരുന്നത്. പള്ളി തോന്നിയതാണ് പറയും, വരുന്ന ആൾക്കാരോടൊക്കെയാണ് പറയും. അപ്പൊ നാവിലെന്താ ഒന്നോ അതാണ് പറയും.
അത് പൊട്ടക്കണ്ണ മാവേൽ അറിഞ്ഞ മാതിരി ചിലതാണ് കൊള്ളും. അപ്പോൾ മഹോനവറുകളുടെ കൊറാമത്ത് ഇറങ്ങാണ്ട് കൊട്ടിഘോഷിക്കും ഒരു കോമ്. അർശസ് രോഗമായിട്ട് മടവൂരിന്റെ അടുത്ത് കാണാൻ വന്ന ഒരാളോട് മടവൂർ പറഞ്ഞു, നിങ്ങൾ കേട്ടു നോക്കി. ഇങ്ങനെ അത്ഭുതകരമായി ഐദ്രൂസ് തങ്ങളില്ലേ, മുസുസാന്റെ അടുത്ത് എപ്പോഴും വരുന്ന തങ്ങള്, ആ ഇവിടെയുള്ള സൈദാർ വള്ളിന്റെ അടുത്തുള്ള ആ തങ്ങള് നേരിട്ട് എന്നോട് പറഞ്ഞതാ, അർശസിന്റെ ബുദ്ധിമുട്ട് കൊണ്ട് കഷ്ടപ്പെടുകയാണ് തങ്ങൾ ഉപ്പാപ്പ. 10-30 കൊല്ലം മുന്നേയുള്ള കാര്യമാ പറയുന്നത്. ശേഖുനായുടെ കുത്തുബുൽ ആലമിന്റെ 30-31 ഉറൂസാണ് ഈ കഴിഞ്ഞത്. അതിന് മുമ്പുള്ള കാര്യമായി പറയുന്നത്. അർശത് കൊണ്ട് ബുദ്ധിമുട്ടി അന്നത്തെ കാലഘട്ടത്തിലുള്ള ഡോക്ടർമാർ പലരെയും കാണിച്ചു. എല്ലാവർക്കും ഇനി ഓപ്പറേഷനേ വഴിയുള്ളൂ. നേരിട്ട് ചെന്ന് ശൈഖുനായുടെ അടുക്കലേക്ക് ചെല്ലാൻ ഒരു അവസരം കിട്ടുകയാണ്. അങ്ങനെ ചെന്നിട്ട് ശൈഖുനയോട് കാര്യങ്ങൾ പറയാൻ വേണ്ടി പോയി. പറഞ്ഞു, വല്ലാതെ ബുദ്ധിമുട്ടുന്നു, ഓപ്പറേഷൻ പറഞ്ഞിട്ടുണ്ട്, എന്ത് ചെയ്യണം? തങ്ങളുടെ ഔറത്ത് മറ്റുള്ളവർക്ക് കാണിച്ചു കൊടുക്കണ്ട, ഓപ്പറേഷൻ വേണ്ട. സുബ്ഹാനല്ലാഹ്, 30 കൊല്ലം കഴിഞ്ഞു, ഇന്നും തങ്ങൾ ജീവിച്ചിരിപ്പില്ലേ? ഇന്നും ഓപ്പറേഷൻ ചെയ്തിട്ടില്ല. അർശസിന്റെ രോഗമായിട്ട് ബുദ്ധിമുട്ടുന്ന ഏതൊരു തങ്ങള്, ആ തങ്ങളോട് ഓപ്പറേഷൻ വേണമെന്ന് ഡോക്ടർമാർ പറഞ്ഞതാണ്. അപ്പൊ മടവൂരിന്റെ അടുത്തേക്ക് ചെന്നു. അതാണ് വലിയ മെഡിക്കൽ കോളേജ്. അപ്പൊ മൂപ്പര് മടവൂർ എന്ത് പറഞ്ഞു, തങ്ങളെ ഓപ്പറേഷൻ വേണ്ട, നിങ്ങൾ ഔറത്ത് അങ്ങനെ ആർക്കും കാണിച്ചു കൊടുക്കണ്ട, ഓപ്പറേഷൻ വേണ്ട എന്ന് പറഞ്ഞു. വലിയ പ്രശ്നമാണ്. കാരണം ഓപ്പറേഷൻ ചെയ്യുന്ന സമയത്ത് ഡോക്ടർമാർക്കും നഴ്സുമാർക്കുള്ള പണി ഇയാളെ ഔറത്തും കണ്ടും ആസ്വദിക്കണം, അവർക്ക് വേറെ പണിത്തില്ലല്ലോ. അപ്പൊ അങ്ങനെ കാണിച്ചു കൊടുക്കരുത് പറഞ്ഞു. അങ്ങനെ ഓപ്പറേഷൻ ഒഴിവാക്കി. പിന്നെ ഇയാൾ അസുഖം മാറി എന്നൊക്കെ പറയണത്. ഇനി ഇതേ ഈ മടവൂരിന്റെ കൂടെ വർഷങ്ങളോളം പതിറ്റാണ്ടുകളോളം ഹാദ്യമായി നടന്നിരുന്ന ഷാരുഖ, മടവൂരിന്റെ സന്തത സഹചാരിയായിരുന്ന ഒരു മനുഷ്യനോട് മൂപ്പർക്ക് ഹെർണിയന്റെ അസുഖം ഉണ്ടായ സമയത്ത് ഓപ്പറേഷൻ ചെയ്ത കഥകളൊന്നും കേട്ടോ കാണി. ഹെർണിന്റെ ഓപ്പറേഷൻ ഞാനാദ്യമായിട്ട് ഇങ്ങനെ നടന്ന് ഒരു 9 കൊല്ലം പോലെ നടന്നു. ഞാൻ ഹെർണിന്റെ തടാറുണ്ട്, ഓപ്പറേഷത്തിന് ഇഷ്ടമില്ലാത്ത ആളാണല്ലോ. ഞാനങ്ങനെ നടന്നതിന് ശേഷം പിന്നെ മൂപ്പര് ഒരു ചെയ്യാ കുഴപ്പമുണ്ടാവില്ല എന്നുള്ളവർക്കുള്ള ഒരു സ്വപ്നത്തിൽ അത് കാണിച്ച് അപ്പം ഡോക്ടറെ അടുത്ത് പോയപ്പോൾ ഡോക്ടർ സംഗതി ചോദിച്ചു, ഗുളി അയക്കണ്ടോ ഇല്ല, എൻ്റെ ഷുഗർ ഉണ്ടോ ഇല്ല, പറന്തണ്ടോ ഇല്ല, പ്രഷർ ഷുഗർ ഒന്നുമില്ല, ക്ലിയർ എന്നാണ്. അപ്പം ഓപ്പറേഷൻ കഴിഞ്ഞതിന് ശേഷം ആ ഡോക്ടർ ഇക്കറെന്ന് ചെയ്ത് ഡോക്ടർ എൻ്റെ അടുത്ത് വന്നില്ല. പിറ്റേന്ന് ഓപ്പറേഷൻ ചെയ്തിട്ട് വരുമല്ലോ, എൻ്റെ അടുത്ത് വന്നില്ല. അവൻ്റെ മകൻ്റെ അരിയത്ത് ഭാര്യൻ്റെ അരിയത്ത്. അപ്പം അതിൻ്റെ പിറ്റേന്നാണ് വന്നത്. അപ്പം എൻ്റെ ഡോക്ടർ പറയുന്നത് ഓപ്പറേഷത്തിൻ്റെ കൂടുതൽ ഇത് വലിയ ഓപ്പറേഷൻ ആയിട്ടൊന്നാണ്, ഇതെല്ലാം പാടെ ഓവറായി പോയിട്ടൊന്നാണ്. അപ്പോൾ നമുക്കൊന്നും അറിയില്ലല്ലോ, പറയാനൊന്നും അറിയില്ല. അപ്പോൾ സാധാരണ എന്നെ ഓപ്പറേഷത്തിന് എന്നെ ഉണ്ടായി കഴിഞ്ഞാൽ ഭയങ്കര വേദനയും വിഷമവും കുറക്കുമ്പോഴൊക്കെ ഇരിക്കുമ്പോഴൊക്കെ ഉണ്ടാവും. പക്ഷെ എന്നെ സംബന്ധിച്ചുള്ള അങ്ങനത്തെ ഒന്നും തന്നെ ഉണ്ടായിട്ടില്ല. ഓപ്പറേഷൻ ചെയ്തപ്പോൾ മൂപ്പര് ഡോക്ടർ അവിടെ കൊണ്ടുപോയി കിടത്തിയത് വന്നില്ല. അന്ന് പിറ്റേന്ന് മൂപ്പര് വന്നില്ല. ഓപ്പറേഷൻ കഴിഞ്ഞ ദിവസം അതിൻ്റെ പിറ്റേന്ന് വന്നു കാട്ടി എന്നോട് പറഞ്ഞ് എങ്ങനെ ഉണ്ടെന്ന് ചോദിച്ചു. നമ്മൾ സുഖമാണെന്നാണ്, വേദന ഉണ്ടെന്ന് ചോദിച്ചു. ഞാൻ ഇല്ല എന്നാണ്, തീരെ ഇല്ല. അപ്പം ഇവിടെ ഒന്നുമില്ല എന്നാണ്, ഒന്നും ഞാൻ അറിഞ്ഞില്ല, എപ്പോഴും വേദന ഇല്ലാന്ന്. അപ്പോൾ ഡോക്ടർ ചികിത്സക്കാരനോട് പറഞ്ഞു, ഞാൻ വരാൻ കാരണം എന്താ വെച്ചാൽ ഈ നിങ്ങൾക്ക് ചെയ്ത ഓപ്പറേഷത്തിന് നിങ്ങൾക്ക് വമ്പ വേദന ഉണ്ടാവുന്നതാണ്, ഭയങ്കര വേദന ഉണ്ടാവും. അത് കേൾക്കണ്ടെന്ന് വെച്ചാൽ ഞാൻ നിങ്ങളുടെ അടുത്തേക്ക് വരാൻ ഞാൻ തന്നെ, നിങ്ങൾ നാളെ പോയിക്കോളി തന്നെ. അപ്പോൾ ഞാൻ നാളെ പോകാന്നാണ്, ഞാൻ ഞായറാഴ്ചൻ്റെ അന്ന് പോകാന്നാണ്, നാളിമ്പഴം ഇവിടെ നിൽക്കാന്നാണ്. അങ്ങനെ അവിടെ നിന്ന് ഒരു 4 ദിവസം വരെ അവിടെ നിന്ന് ഡിസ്ചാർജ് ചെയ്ത് പോകുന്നത്. ഇല്ല, ഒന്നുമില്ല, ഡോക്ടർ ഒന്നുമില്ല. ഡോക്ടർ ഭയങ്കര വേദന ഉണ്ടാവുന്നു ആ ഓപ്പറേഷത്തിന്, ആ എണ്ണ ഓപ്പറേഷത്തിന് ഇവിടെ നിന്നായിട്ട് കീറിയിട്ടുള്ള ഓപ്പറേഷൻ ഭയങ്കര വേദന ഉണ്ടാവുന്നത് ആർക്ക് ചെയ്താലും. അതിനെക്കൊണ്ട് ഞാൻ വരാനാണ്, നിങ്ങളത് വേദന സഹിക്കാൻ കഴിയില്ല, കേൾക്കണ്ടെന്ന് വെച്ചിട്ട്. ഷാരുഖ മടവൂരിന്റെ വാലായി നിഴലായി നടന്നിരുന്ന ഷാരുഖ പറയണം 9 കൊല്ലം മുപ്പരി ഹെർണിയന്റെ അസുഖമായിട്ട് കൊണ്ടുനടന്നു. അപ്പൊ എന്നിട്ട് മടവൂര് അവിടെ ഇല്ലേനാ, ഹെർണിയ വേണ്ടോ എന്ന് പറഞ്ഞാൽ പോലെയിരുന്ന ആണ് മാറിപ്പോയിരുന്നല്ലോ. അങ്ങനെ 9 കൊല്ലത്തിന് ശേഷം ഇവർക്ക് ഓപ്പറേഷൻ ചെയ്യണ ഇഷ്ടമല്ല, അത് ഇയാളെന്നെ പറയണ്ടേ. പിന്നെ ഓപ്പറേഷൻ ചെയ്യേണ്ടി വന്നു. അങ്ങനെ ഓപ്പറേഷൻ ചെയ്തു എന്ന് മാത്രമല്ല, ഓപ്പറേഷൻ ചെയ്ത് കണ്ട് ഡോക്ടർമാർ മൂല വഹിക്കാണ്ട് പോയി. എന്താ പോയി പറയണത്, അവിടെ തിരിഞ്ഞു നോക്കിയില്ല. അപ്പോൾ വലിയൊരു ഓപ്പറേഷനാണ് നടന്നപ്പോൾ ഡോക്ടർമാർ വരാത്തിൻ്റെ കാരണമാണ് പറയണത്, ഈ ഓപ്പറേഷൻ കഴിഞ്ഞാൽ മാരകമായ വേദന ആയിരിക്കും, നിങ്ങൾ ആ വേദനയായിട്ട് പോളണ്ട് കാണാനുള്ള കരുത്തില്ലാത്തതുകൊണ്ടാണ് ഞങ്ങൾ ഇങ്ങോട്ട് വരാതിരുന്നത് ഡോക്ടർമാർ. അങ്ങനെ എല്ലാ ഡോക്ടർമാരും പറയണെങ്കിൽ എന്തായിരിക്കും അവസ്ഥ, ഒരാളെ സർജറി ചെയ്ത് കണ്ട് പോവുക, എന്നിട്ട് ആ സർജറി കഴിഞ്ഞാൽ പിന്നെ അതിൻ്റെ സെഡേഷൻ്റെ സമയമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു വേദന ഉണ്ടാവുമല്ലോ, ആ വേദന കാണ്ടാച്ചിട്ടാണ് ഞങ്ങൾ വരാത്തതെന്ന് ഡോക്ടർമാരൊക്കെ പറഞ്ഞ് എന്തായിരിക്കും ഇവിടുത്തെ രോഗികളുടെ അവസ്ഥ. ഓട്ടെ, അന്തല്ലല്ലോ ഒറ്റൊന്നിനും, ഈ പറഞ്ഞ കൗമിനൊന്നിനും അന്തല്ലല്ലോ, അത് പറയുന്നേ. അങ്ങനെ ഒരു വേദന ഉണ്ടായില്ല എന്നായി പറയണത്. എല്ലാവർക്കും ഉണ്ടാകുന്ന വേദന ഒന്നും മൂപ്പർക്ക് ഉണ്ടായില്ല, അതൊരു കറാമത്ത്.
ആദ്യം മറ്റാളോട് അർഷസിന്റെ ഓപ്പറേഷൻ വേണ്ട, ഞങ്ങൾ ഔറത്ത് നാട്ടുകാർ കാണും എന്ന് പറഞ്ഞ് അയാളെ ഓപ്പറേഷൻ മുടക്കി. ഇയാളെ പിന്നാലെ ഒപ്പം നടക്കുന്ന ഷാരൂഖ് ഖാക്ക് ഓപ്പറേഷൻ. അപ്പൊ ഷാരൂഖ് ഖാൻ ഓപ്പറേഷൻ, ഹെർണിയന്റെ ഓപ്പറേഷൻ ചെയ്ത സമയത്ത് ഔറത്തൊന്നും ഡോക്ടർമാരും നഴ്സുമാരും കണ്ടിട്ടുണ്ടാവില്ല തന്നെ. ഇയാളെ ഔറത്ത് എന്താ, അതിങ്ങനെ പബ്ലിക് പ്രോപ്പർട്ടിയാ, എല്ലാവർക്കും കണ്ടിങ്ങനെ ആസ്വദിച്ച് എൻജോയ് ചെയ്യാൻ പറ്റിയ ഔറത്ത് അയാളത് തന്നെ. അത് ഇയാൾക്ക് ഹെർണിയന്റെ ഓപ്പറേഷൻ അവിടെ അല്ലേ നടന്നത്, മൂക്കിലാണ് നടന്നത്. ഈ താക്കോൽ ദോര ശസ്ത്രക്രിയ എന്നൊക്കെ പറഞ്ഞ മാതിരി മൂക്കാൽ ദോര ശസ്ത്രക്രിയ അങ്ങനെ ഉണ്ടായിരുന്നോ? അപ്പൊ ഇതാണ് മടവൂര്. തോന്നിയവരോട് തോന്നിയ മാരിങ്ങനെ പറയും, ചരിത്രം അങ്ങോട്ട് ശരിയാവും, കുറെ മൗത്തായി പോയിട്ടുണ്ടാവും. ആ മൗത്തായത് കറാമത്ത്. എന്ത് മുപ്പര് കഴിഞ്ഞ ആഴ്ച മരിക്കേണ്ടതേനു, ഇപ്പൊ അടുത്ത ആഴ്ചക്ക് നീട്ടി കിട്ടിയില്ല, അതൊരു കറാമത്ത്. ഇങ്ങനെ തൊട്ടതും പിടിച്ചതും കണ്ടതും കേട്ടതും എല്ലാം മടവൂരിന്റെ കറാമത്തായിട്ട് മടവൂരിന്റെ തലയിക്കാണ് കിട്ടിയേക്കും. പിന്നെ 10,000 ലക്ഷം കറാമത്ത് ഉണ്ടാവില്ല. എനിക്ക് എത്ര ഉണ്ടാവും ഇങ്ങനെ നടക്കണമെങ്കിൽ? ഇതാണ് മടവൂര്, ഇതാണ് പല മുതബിറുലാലം, ഇതാണ് പല കുത്തുബുല്ലാലം. ഒരു മാനസിക രോഗി തൊള്ളി വന്നിങ്ങനെ വിളിച്ചു പറഞ്ഞു, അതൊക്കെ ഈ കേട്ട് നിൽക്കുന്ന മാനസിക രോഗികൾ കറാമത്തായിട്ട് അങ്ങനെ വ്യാഖ്യാനിക്കണോ? കഴിഞ്ഞില്ല. ഈ ഒരു അസുഖം, ഈ മടവൂരിന്റെ ഈ തോന്നിയമാരി പറഞ്ഞ അസുഖം ഉണ്ടല്ലോ, ഇത് മടവൂരിന് മാത്രമല്ല, മടവൂരിന്റെ ആദ്യമായിട്ട് നടന്നതിന്റെ അൻതാലൽ ഹക്ക് എന്നൊക്കെ പറഞ്ഞ ഉള്ളാൾത്തങ്ങ ഉണ്ടല്ലോ, അച്ചങ്ങായിക്കുണ്ടായിരുന്നു. അയാളെ ജീവിതത്തിൽ ഉണ്ടായ സംഭവം ഒന്ന് കേട്ടോ നിങ്ങള്. ഇവിടെ ചാലിയത്ത് ഒരു കുടിയിരിക്കലുണ്ട് മദീനയിൽ. അപ്പോൾ പാപ്പ അന്ന് ഈ വീട് നന്നാക്കുന്നത് കൊണ്ട് മറ്റേ മകളെ വീട്ടിലാണ്. ഞാൻ ഇവിടെ മദീന വീട്ടിൽ ഉദ്ഘാടനത്തിന് വരുമ്പോൾ എൻ്റെ പള്ളിയിൽ വന്ന് കുട്ടികൾക്ക് എന്തെങ്കിലും ഒന്ന് ഓതി കൊടുത്തെങ്കിൽ ഒരു വർഷത്തിൻ്റെ തുടക്കമാണ്. ഞാൻ ആദ്യം ഒന്ന് പോയി, സുബ്ഹാനല്ലാഹ്, അവിടെ ചെന്നപ്പോൾ ലോക ഹറാറത്തിലാണുള്ളത് പാപ്പ. ഞാൻ അവിടുന്ന് പിന്നെ കുറച്ച് അകന്ന് നിന്ന് അപ്പം എറണാകുളത്തുകാരനായ ഒരു അഡ്വക്കറ്റും അയാൾ സുഹൃത്തും കൂടി വന്നിട്ടുണ്ട് പാപ്പൻ്റെ അടുത്ത്. അവർ രണ്ടുപേരും അങ്ങനെ അപ്പുറത്ത് നിൽക്കുന്നുണ്ട്, ഞാനും ഉണ്ട്. ഞാൻ അങ്ങനെ എന്ത് ചെയ്യും? അപ്പോൾ പാപ്പ അങ്ങനെ അകത്തുനിന്ന് ഇങ്ങനെ എന്നെ നോക്കി പുറത്തുനിന്ന് മാറ്റി കുളിക്കാൻ പോകാൻ ഒരുങ്ങാണ്. എന്നെ കണ്ടപ്പോൾ എന്താണെന്ന് ചോദിച്ചു. ഞാൻ പറഞ്ഞു സുഖമില്ലാത്തിന് എൻ്റെ അടുത്തേക്കല്ല വല്ല ഹോസ്പിറ്റലിൽ പോകുന്നത്. ഞാൻ എല്ലാം ഇങ്ങോട്ട് മാറിന്ന്. അപ്പോൾ ഇവരോട് ചോദിച്ചു എന്താണ്? ഇയാൾ പറഞ്ഞു എൻ്റെ ഉമ്മ ഹോസ്പിറ്റലിലാണ്, തീരെ വയ്യ. എടാ ഹോസ്പിറ്റൽ കൊണ്ട് എന്ത് കാര്യം? ഉമ്മ ഹോസ്പിറ്റലിലാണെന്നാണ് അപ്പം അങ്ങനെ പറഞ്ഞു. ഹോസ്പിറ്റൽ കൊണ്ട് എന്ത് കാര്യം? അത് പറഞ്ഞോട്ട് പറഞ്ഞേ കൊഞ്ഞുള്ള പാപ്പാക്കും ബദിരിങ്ങൾക്കും ഒരു യാസീൻ ഓതിക്കാളേന. അപ്പൊ തന്നെ ഇയാൾ പറഞ്ഞു ഞങ്ങൾ യാസീൻ ഓതുന്നുണ്ട് എന്ന് ഒരേറ്റോ നാട് കൊടുത്ത് തോക്കിട്ട് വരെയും കാണാം. അയാൾ അഡ്വക്കറ്റ് ആണ്. എന്ത് അഡ്വക്കറ്റ്, എന്ത് വിദ്യാഭ്യാസം, അതൊന്നും പാപ്പക്കില്ല. കാരണം അയാൾ ചെയ്തത് വലിയ അപകടമാണ്. അയാൾ പഠിക്കണ്ടേ? നമ്മൾ ഓതി കൊടുത്താലും ഇങ്ങനെ പഠിയില്ല. ഒരു കൊട്ട് കിട്ടിയാൽ ദുനിയാവെന്ന് മറക്കൂല. പാപ്പായതുകൊണ്ട് അയാൾക്ക് വെറുപ്പുണ്ടാവില്ല. ഇയാളാകെ ബേജാറായി. ഇത് അവല് മറയാണ്. ഇയാളെ ജീവിതത്തിൽ ആദ്യമാണ്. ഇയാളെ കൊണ്ടുവന്ന ആളെ കാണാനില്ല. ഞാനുണ്ട്, ഇയാളുണ്ട്. സുബ്ഹാനല്ലാഹ്, ഇയാൾക്കാകെ ബേജാറ്. ഇയാൾ ഇവിടെ ഒന്ന് കിട്ടിയാക്ക്. എന്താ സഹോദരങ്ങൾ ഇതിനൊക്കെ പറയാ? പകരന്റെ വീട്ടിയാണിത്. ഉള്ളാൾത്തങ്ങളെടുത്ത് അവസാന കാലത്ത് പകരെന്തോ ഒരു ആവശ്യത്തിന് പോയപ്പാടെ എറണാകുളത്തുള്ള അഡ്വക്കറ്റ് ടീമൊക്കെ എത്തിയിട്ടുണ്ട്. അങ്ങനെ പകര ഉള്ളാൾത്തങ്ങളോട് എന്ത് പറഞ്ഞു? പാപ്പ എനിക്ക് സുഖമില്ലാറുന്നു. സുഖമില്ല, ഇന്റെ അടുത്ത് കട വരല് മണ്ട ഹോസ്പിറ്റലിലേക്ക് എന്ന് പകരനോട് ഇട്ടാ. അത് കഴിഞ്ഞ് അതേ സദസ്സിൽ തന്നെ ഈ എറണാകുളത്ത് വന്ന് ഈ അഡ്വക്കറ്റും ടീമും പറഞ്ഞു ഞങ്ങൾ ഉമ്മാക്ക് സുഖമില്ല, ഹോസ്പിറ്റലിലാക്കിയിട്ടുണ്ട്. സുഖമില്ലെങ്കിൽ ഹോസ്പിറ്റൽ കട പോലെ ഇങ്ങോട്ട് വന്നു. എന്താ ഇതിനൊക്കെ പറയാം? ഇത് പറഞ്ഞുകൊണ്ട് ബലന് ചിരിക്കട്ടെ. ഇവർക്ക് തന്നെ ഇതൊക്കെ ഒരു കോമഡിയാന്നുള്ളത്. ഇവർ ഈ കറാമത്തും ഈ വിലായത്തും ഇവരെ നേതാക്കന്മാരെ വർത്താനും ഓരോ കാട്ടിക്കൂട്ടിലും ഒക്കെ ഒരു പൂര കോമഡിയാന്ന് ഇവർക്ക് തന്നെ ഈ പ്രസംഗിക്കുന്ന ഇവർക്ക് തന്നെ അറിയാം. അതാണ് ഈ കൗമ ചിരിക്കണത്. ഇവരിങ്ങനെ ചിരിക്കേണ്ടി ബാക്കിയുള്ള അവസ്ഥ എന്തായിരിക്കും? അങ്ങനെ എറണാകുളത്തുള്ള അഡ്വക്കറ്റിനോടും ടീമിനോടും എന്ത് പറഞ്ഞു? സുഖമില്ലെങ്കിൽ ഇമ്മാൻ ആസ്പത്രിക്ക് ഉണ്ടല്ലോ, ഇറക്കട അവിടുന്ന്. എന്നിട്ട് ഏതാ കുഞ്ഞുള്ളപ്പാപ്പന്റെ പേരിൽ ഒരു യാസീൻ ഓതിക്കളാണ്. അപ്പൊ ആ കൗമെന്ത് പറഞ്ഞു? ഞങ്ങൾ ഓതുണ്ട് പറഞ്ഞു. കൊടുത്തു ഒന്ന് കരണം നോക്കിയിട്ട് വട്ടി എന്നല്ല എന്താ ഇതിനൊക്കെ പറയാ? ഒരു അഡ്വക്കറ്റും ടീമാണ് പാ വന്നിട്ടുള്ളത്. വിദ്യാഭ്യാസം ഉണ്ടിച്ചിട്ട് വിവേകം ഇവരുണ്ടായിക്കൊള്ളുന്നില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്ത് ഈ അഡ്വക്കറ്റിനെ കൊടുന്ന ടീമുണ്ടല്ലോ, കൊടുന്നൊരു ചങ്ങായിട്ട് അയാൾ ജീവനം കൊണ്ട് ഓടി നേർണ്ട്. കാരണം ഈ അടുത്ത കറാമത്തെ അയക്കേക്കാരം ഈ ഉള്ളാളത്തൊക്കെ ചിലപ്പോൾ വലക്കെടുത്തുകൊണ്ട് തലക്കടിച്ചു മണ്ടടാ പറഞ്ഞിട്ട് ആ അടി വാങ്ങാൻ നിൽക്കാതെ അയാൾ പാഞ്ഞു, കൊടുന്ന ആള് പാഞ്ഞു. കാരണം ഒക്കെ കറാമത്തുള്ള മുണ്ടിയാലും കറാമത്ത്, മുണ്ടിയില്ലെങ്കിലും കറാമത്ത്, തെറി പറഞ്ഞാലും കറാമത്ത്, തെറി പറഞ്ഞില്ലെങ്കിലും കറാമത്ത്, തല്ലിയാലും കറാമത്ത്, തലോടിയാലും കറാമത്ത്, തുപ്പിയാലും കറാമത്ത്. അങ്ങനെയൊക്കെ ഉണ്ട് വിൽക്ക്. വരെ ഉള്ളാൾ തങ്ങൾ അവസാന കാലത്ത് ഇയാൾക്ക് മാത്രം, ഈ അഡ്വക്കറ്റിന് മാത്രമല്ല പലർക്കും അടിയിട്ടുണ്ട് നമ്മൾ കേട്ടിട്ടുള്ളത്. അടിയും തെറിയും കിട്ടിയിട്ടുണ്ട്. അതൊന്നും പറയാതിരിക്കുക നല്ലത്. അപ്പൊ മടവൂരിനായിട്ടുള്ള കമ്പനിയാണ് ഇപ്പൊ ഇത്. എന്ത്
അങ്ങനെ എല്ലാ ഔലിയാക്കന്മാരും പിന്നാലെ നടക്കുന്ന പണിയൊന്നുമില്ല. വല്ലാതെ ഇടങ്ങാറാവുമ്പോഴേ പോകുള്ളൂ. മടവൂൻ്റെ അടുത്ത് പോയ ആളാണ്. അപ്പോൾ പിന്നെ ആ ശാഖ കിട്ടുമല്ലോ. എന്ത് വരുന്ന ആൾക്കാരോട് തൊള്ളി തോന്നിയതൊക്കെ പറയാം. അപ്പൊ പകരനോട് എന്ത് പറഞ്ഞു? സുഖം ചേർന്നപ്പോ പോടാ ഹോസ്പിറ്റലിലേക്ക് എൻ്റെ അടുത്തൊക്കെ വരല്. കാരണം പകരനെ ഇവർക്ക് ആവശ്യമുണ്ടേ. ഇവരൊക്കെ കറാമത്ത് തള്ളി മറിക്കണമെങ്കിൽ ഈ പകരനെ പോലത്തെ ആരെയും ഇവിടെ ആണല്ലോ. ഇനി ഇവരെ ചികിത്സ കൊണ്ട് അങ്ങനെ മൗത്തായി പോയി കഴിഞ്ഞാൽ കറാമത്ത് പിന്നെ ആരാ പറയാ? ആ നിലക്ക് പോടാ ആസ്പത്രിക്ക് കയറി അങ്ങോട്ട് വണ്ടിച്ചു. സാധാരണക്കാരനോടോ ആസ്പത്രിയിൽ ഇങ്ങോട്ട് പാടാ. ഇതാണ് ഈ കൗമ്. ഇതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി സാധാരണക്കാർക്ക് ഇല്ലെങ്കിൽ സാധാരണക്കാരെ നിങ്ങൾ എന്തിനാ ഈ തലച്ചോറും വെച്ച് നടക്കണേ? അതൊരു അധികപ്പറ്റാണ് നിങ്ങൾക്ക്. അതാ നമുക്ക് പറയാനുള്ളത്. കഴിഞ്ഞില്ല. ഇനി ഈ മടവൂര് ഇവർക്ക് എന്ത് പ്രശ്നം ഉണ്ടെങ്കിലും എന്തൊക്കെ പ്രതിസന്ധി ഉണ്ടെങ്കിലും ഉടനെ തന്നെ സഡൻലി ഇടപെട്ട് പ്രശ്നപരിഹാരം ഉണ്ടാക്കുന്ന പോലെ പ്രചാരണം. അങ്ങനെ ഈ മടവൂരിന്റെ പേരിൽ ഇത് മൗലിദ് കിതാബുണ്ട്. ഒരു മൗലിദ് നൂറോ മൗലിദ് നാറോ എന്തോ ഒരു വൃത്തികെട്ട ഒരു കൂറ കിതാബ്. അത് മടവൂരാണല്ലോ എഡിറ്റ് ചെയ്തത്. മടവൂർ മരിച്ചീനേശേ അതൊന്ന് കേട്ടോ കാണി. അല്ല, ഈ മൗലിദുന്നൂർ ഇത് ചില്ലറയാണോ? നോക്ക് നിങ്ങൾ ഈ മൗലിദുന്നൂർ. ശൈഖുന മനാമിൽ വന്നിട്ട് ഇതിന്റെ ഇസ്മായിൽ മുസ്ലിയാർ ഒരു നല്ല മുദ്രിസായിരുന്നു. ഓരോ സ്വപ്നത്തിൽ വന്ന് ചോദിച്ചതല്ലേ, ഒരു ശൈഖുന എന്ന് പറഞ്ഞതല്ലേ, 100 മൗലിദ് ഉണ്ടാക്കുന്നില്ലേ ഇസ്മായിൽ മുസ്ലിയാറെ? 100 മൗലിദ് തന്നെ ഓർ പറ്റിയുള്ള മൗലിദിനെ പറ്റിയ ഇതിന്റെ പേര് തന്നെ വെച്ചതാരാ? മൗലിദ് നൂർ എന്ന പേര് വെച്ചു കൊടുത്തന്നെ ശൈഖുന ഖുതുബുൽ ആലമ വഫാത്തിന് ശേഷം സംഭവിക്കുന്നതാ. 100 മൗലിദ് ഉണ്ടാക്കുന്നില്ലേ ഇസ്മായിൽ മുസ്ലിയാർ? ആ വന്ന രംഗം ഓർ പറയാ ഇസ്മായിൽ മുസ്ലിയാർ. ഈ രംഗം എന്നോട് പറഞ്ഞത് ഇസ്മായിൽ മുസ്ലിയാർ നേരിട്ട് മൂസ ഉസ്താദിനോട് പറഞ്ഞു. ഈ രംഗം മൂസ ഉസ്താദാണ് എന്നോട് പറഞ്ഞത്. അതാണ് ഞാൻ ചരിത്രം ഇപ്പോൾ ഇവിടെ പറയാൻ ഉദ്ദേശിക്കുന്നത്. നല്ലൊരു പെണ്ണൊക്കെ കീസൈ കുത്തി നല്ലൊരു ഡ്രസ്സിലാ വന്നിട്ട് പറയുന്നത്. ഇസ്മായിൽ അറിഞ്ഞ് ഉണ്ടാക്കാനും ശൈഖുന, കാരണം ശൈഖുനായിട്ട് നല്ല ബന്ധത്തിലുള്ള ആളായിരുന്നു ഇസ്മായിൽ മുസ്ലിയാർ. പിറ്റേന്ന് തന്നെ എഴുതാൻ തുടങ്ങി. അങ്ങനെ കുറെ ദിവസമാണ് മൗലിദൊക്കെ ഉണ്ടാക്കാൻ പെട്ടെന്ന് കഴിയൂല. അങ്ങനെ ബഹുമാനപ്പെട്ട ഇസ്മായിൽ മുസ്ലിയാർ ദിവസങ്ങളോളം അധ്വാനിച്ച് അതിന്റെ ചരിത്രങ്ങളും വ്യക്തമായ രീതിയിലൊക്കെ എഴുതിയുണ്ടാക്കി കഴിഞ്ഞ് പൂർണ്ണമായി ഒരു രാത്രി തീർന്നപ്പോ ഇനി ഇത് എഡിറ്റ് ചെയ്യണം. അപ്പൊ മൂപ്പര് ഞാൻ ചിന്തിക്കാം, AP ഉസ്താദിനോട് കൊണ്ടുകൊടുക്കണം, ശംസുൽ മൗലത്തിൽ ഒന്ന് കൊണ്ടുകൊടുത്ത് കാണിച്ചു കൊടുത്തിട്ട് ഇതൊന്ന് എഡിറ്റ് ചെയ്യണം, ആലിമീങ്ങളെ കൊണ്ടൊന്നും കൂടി ചെയ്യണല്ലോ എന്നുള്ളവർക്ക് മൂപ്പര് എന്ത് ചെയ്ത് അതങ്ങനെ പൂട്ടിയിട്ട് ആ പെട്ടിയിലോ മേശയിലോ ഇടാ വെച്ചതല്ലേ, എന്തായാലും സൂട്ട് കേസ് പോലെ ഒന്നിൽ വെച്ചിട്ട് പൂട്ടി മൂപ്പർ ഉറങ്ങി. ആ ഉറക്കത്തതാ അന്ന് വന്ന പോലെ പിന്നെയും വരുന്ന ആര്? ശൈഖുനാ സിയം വലുതായി തങ്ങള് മൗലിദ് നൂർ ഉണ്ടാക്കിയില്ലേ? അത് ശൈഖുന ഉണ്ടാക്കി ഇന്ന് കഴിഞ്ഞു. അന്ന് ഞാൻ മൂപ്പര് വരുന്നു. എവിടെ ശൈഖുന? അവിടെ എടുത്തുകൊണ്ടുവരൂ. സുബ്ഹാനല്ലാഹ്. ഉറക്കത്താട്ടോ ഇത് നടക്കുന്ന, ഫുൾ ഉറക്കത്താ. അങ്ങനെ ഉറക്കത്ത് കൊണ്ടുകൊടുക്കാണ്, അല്ലാണ്ട് അതിൽ എടുക്കുന്നില്ല, അതിൽ നിന്ന് എടുക്കുന്നില്ല. ഉറക്കത്ത് ഇങ്ങനെ കൊണ്ടുകൊടുക്കുന്ന കാണാൻ. അങ്ങനെ ശൈഖുന ഈ പെണ്ണ് അതേപോലെ ആ പെണ്ണില്ലേ, പെണ്ണെടുത്ത് ഇതിങ്ങനെ നോക്കി, ഇന്നത് ഇവിടെ വേണ്ട, അതവിടെ തട്ടി അങ്ങ് ചേർത്ത് വിട്ടു, അന്നിവിടെ ചേർത്ത്, അങ്ങനെ ചേർത്ത്. അങ്ങനെ ശൈഖുന ഒരുപാട് സ്ഥലത്ത് വരികയും തിരുത്തുകയും എഡിറ്റ് ചെയ്ത് ചുരുക്കി പറഞ്ഞാൽ ആര്? സിയം വലുതായി തങ്ങൾ ഉറക്കത്തിൽ ഇത് ചെയ്യുകയാ. അല്ലാ അതങ്ങനെ ചെയ്ത് ബഹുമാനപ്പെട്ടവർ ഉറക്കം തെളിഞ്ഞു. ഓർക്കം ഞാൻ പഠിച്ചോനെ ശൈഖുന വന്നിട്ട് എന്റെ മൗലിദ് എഡിറ്റ് ചെയ്തല്ലോ, ഒരുപാട് സ്ഥലത്തല്ലോ, കുറെ ഇങ്ങനെ ഓർമ്മ ഓർക്ക് എഡിറ്റ് ചെയ്തല്ലോ, അങ്ങനെ ഓറുണ്ടാക്കിയാന്നല്ലോ. വേഗത്തിൽ പോയിട്ട് പെട്ടി വന്നിട്ട് എന്ത് ചെയ്യാ, വേഗം തിരുത്തി കളട്ടെ എന്നുള്ള നിലക്ക് പോയി പെട്ടി തുറന്ന് അത് കിതാബ് എടുത്ത് നോക്കുമ്പോ അല്ലാ എഡിറ്റ് ചെയ്ത മുഴുവനായി തന്നെ ഉണ്ട്. മൂപ്പർ എഡിറ്റ് ചെയ്യേണ്ടി വന്നിട്ടില്ല, ഓൾറെഡി അതിലുണ്ട്. ഇങ്ങനെ അത്ഭുതം കറാമത്തിലൂടെ വന്നതാ ഈ മൗലിദ് നൂർ. വലിയ കറാമത്താണ് ഇപ്പത്. മടവൂരിന്റെ പേരിൽ അല്ലെങ്കിലേ ഇവിടെ കുറെ ചപ്പും ചവറും, കുറെ പീറ കിതാബും കൂറ കിതാബും, കുറെ കറാമത്ത് ബുക്കുകളും, കുറെ വേസ്റ്റുകൾ എഴുതി കൂട്ടിയിട്ടുണ്ട്. അതിന്റെ പുറമെ ഇസ്മായിൽ മൊയ്ലിയാരോട് മടവൂർ എന്നിട്ട് ഉറക്കത്തിൽ എന്ന് കണ്ട് മൗലിദ് നൂർ ഉണ്ടാക്കണില്ല ഇസ്മായിൽ മൊയ്ലിയാരെ. ഉറക്കത്തില് അങ്ങനെ ഈ ചെങ്ങായിക്ക് വേറെ പണിത്തുന്നല്ലോ. സമൂഹത്തിന് ഈ കണ്ട ചപ്പടാച്ചൊക്കെ ഇറക്കി വിടുക എന്നല്ലാതെ വേറെ ഏർപ്പാടത്തില്ലല്ലോ. അങ്ങനെ എന്ത് ചെയ്തു? ഉപരി കുത്തിക്കുറിച്ച് കേട്ടതും കണ്ടതും, കേട്ടിമ കേട്ടതും കണ്ടിമ കണ്ടതും ഒക്കെ കുത്തിക്കുറിച്ച് ആ കറാമത്തും ഈ കറാമത്തും ഒക്കെ പാടെ കൂട്ടിക്കൊണ്ട് ഒരു സാധനം ഉണ്ടാക്കി, ഒരു മൗലിദ് നാറ്. അങ്ങനെ ആരെ കൊണ്ട് എഡിറ്റ് ചെയ്യിക്കണല്ലോ. അതിന് പറ്റിയ ആൾക്കാരാരാ? കാന്തപുരം അല്ലെ EK ഇവരടുത്തൊക്കെ പോയിട്ട് ഇങ്ങനെ എഡിറ്റ് ചെയ്യണം എന്ന് വിചാരിക്കുന്ന സമയത്താണ് രാത്രി മറ്റേ ആൾ പിന്നെയും ഉറക്കത്തിൽ വന്നിട്ട് പോക്കറ്റിൽ നപ്പേനൊക്കെ എടുത്തിട്ട് ആ മൗലിദിന്റെ കിതാബൊക്കെ എടുത്തിട്ട് അവിടെ വെട്ടി ഇവിടെ തിരുത്തി, മറ്റോടത്ത് കുറച്ച് കൂട്ടി, ഇവിടെ കുറച്ച് മറ്റോടത്ത് ഒന്ന് വായിച്ചേക്കണം, ഒന്ന് വെട്ടി തിരുത്തി ലെവലാക്കി ഒന്ന് കുട്ടപ്പനാക്കിയിട്ട് സാധനം എഡിറ്റ് ചെയ്തു. അതൊക്കെ ഉറക്കത്തിൽ. രാവിലെ തുറന്ന് നോക്കുമ്പോൾ, കിതാബ് തുറന്ന് നോക്കുമ്പോൾ ആ എഡിറ്റ് ചെയ്ത ഭാഗമൊക്കെ കറക്റ്റ് ആയിട്ടുണ്ട്. അയാളെ പറ്റി മടവൂരിനെ കുറിച്ച് ഈ ഇസ്മായിൽ മൊയ്ലിയാർ ഉണ്ടാക്കിയ ഇതിന്റെ പേര് മൗലിദ് നൂർ. ആ സാധനം മടവൂര് എഡിറ്റ് ചെയ്തുണ്ടാക്കി എന്നാണ് ഇവർ പറയണത്. ഇതൊക്കെ കേട്ടിട്ട് ഈ തള്ള കേട്ടിട്ട് ആവേശം കൊണ്ടിട്ട് മർക്കസിലുള്ള ഒരു മജീദ് മുസ്ലിയാരുണ്ട്, അയാൾ ഇപ്പം അടുത്ത് ഇതേമാതിരി മടവൂരിന്റെ പേരിൽ മൗലിദ് കിതാബ് ഇറക്കി. 100 കണക്കിന് പേജിലുള്ള മൗലിദ് കിതാബ് ഇറക്കിയെന്ന് മാത്രമല്ല, ഇറക്കിയതേ ഓർമ്മയുള്ളൂ. മാസക്കുളി തെറ്റിപ്പോത്തിന് അബോർഷൻ കഴിഞ്ഞു പറഞ്ഞ മാതിരി ഇറക്കി 2 ദിവസം കൊണ്ട് പിൻവലിച്ചും ചെയ്തു. ആ പിൻവലിച്ച ചരിത്രം ഒന്ന് കേട്ടു നോക്കി. അസ്സലാമു അലൈക്കും.
ഈ സംസാരിക്കുന്ന എം അബ്ദുൽ മജീദ് ബാക്കവി കാമിൽ സക്കാഫി മുടിക്കോട് മഞ്ചേരി മലപ്പുറം. ഇപ്പോഴത്തെ മടവൂർ റളിയല്ലാഹുവിനെ പറ്റി ഞാൻ ബുക്ക് ജമ്പ് ചെയ്തിരുന്നു. ആ ബുക്കിൻ്റെ പേര് കുത്തുബുൽ ആലം ഫി മനാഖിബി കുത്തുബിൽ ആലം. ആ ബുക്കിൽ ചില വസ്തുതയ്ക്ക് നിരക്കാത്ത കുറേ കാര്യങ്ങൾ ഉണ്ടായതുകൊണ്ട് ആ പുസ്തകം, ആ കിതാബ് ഞാൻ പിൻവലിച്ചിരിക്കുന്നു. ഇനി മുതൽ ആ കിതാബ് ഇസ്തേമാൽ ചെയ്യാനോ വഅ്ള് പറയാനോ കോപ്പി എടുക്കാനോ കോപ്പി എടുത്ത് വിൽക്കാനോ പോലത്തെ കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല, വഅ്ള് പറയാൻ പാടില്ല, ഒന്നും പാടില്ല. അപ്പം ഈ പിൻവലിക്കൽ എൻ്റെ സ്വന്തം ഇഖ്തിയാർ പ്രകാരമാണ്, എൻ്റെ സ്വന്തം ഇഖ്തിയാർ പ്രകാരമാണ്, ഇതാരും പറഞ്ഞിട്ടല്ല. മജീദ് മുസ്ലിയാർ ബാക്കവി കാമിൽ സക്കാഫി പരിപൂർണനായ ഖുറാഫിയാണ്, കാമിലായിക്കണം. അപ്പൊ അയാൾ മർക്കസിലെ അധ്യാപകനാണ്. അപ്പൊ അയാൾ ഇപ്പൊ ഈ 2 മാസം മുമ്പ് ഒരു മൗലൂദ് ഇറക്കി, കുത്തുബുൽ ആലം. ഉള്ള മൗലൂദ് തന്നെ ഇവിടെ മനസ്സിൽ അടങ്ങാറായി കിടക്കുക. ഈ ഖുറാഫി കൗമ് അതിത്തെ തള്ളലിനെ സഹിക്കാൻ വയ്യ. അതിന്റെ ഇടയിൽ മൂപ്പരാകരം മൗലൂദ് കുത്തുബുൽ ആലം ഇറക്കിയതേ മൂപ്പർക്ക് ഓർമ്മയുള്ളൂ കേട്ടോ. ഇറങ്ങി പേരേക്ക് എത്തില്ല, അപ്പോഴത്തിന് സാധനം പിൻവലിച്ചു. അപ്പൊ സംഭവം എന്താണ്? ഈ കാന്തപുരം വിഭാഗത്തിലെ വലിയൊരു വിഭാഗം പണ്ഡിതന്മാർ ഈ മടവൂരിനെ കുറിച്ച് നമ്മൾ അങ്ങനെയൊന്നും പറയാൻ പാടില്ല, മുദബ്ബിറുലാലൊന്നും പറയാൻ പാടില്ല, കുത്തുബുലാലൊന്നും പറയാൻ പാടില്ല. അമ്മാരി കറാമത്തുകൾ പല അനിസ്ലാമികമായ കറാമത്തുകളുണ്ട് മടവൂരിന്റെ പേരിൽ, അതൊന്നും പറയാൻ പാടില്ല. സമൂഹത്തിൽ ഫിത്ന ഉണ്ടാക്കുന്നു പറയുന്ന പല സംഗതികളും ഇയാളെ കറാമത്ത് ബുക്കിലുണ്ട്, ഇയാളെ മൗലൂദിലുണ്ട്. അപ്പൊ ഇയാളെ കൊണ്ട് പിൻവലിപ്പിച്ചു. അതാണ് നമുക്ക് പറഞ്ഞത്. എന്തായാലും വസ്തുതക്ക് നിരക്കാത്ത പലതും ഉണ്ട്. വസ്തുതക്ക് നിരക്കാത്ത തന്നെയല്ലേ നിങ്ങളെ കയ്യിലുള്ളത് ഫുള്ളും. നിങ്ങളെ ആദർശം വസ്തുതക്ക് നിരക്കാത്തതാണ്, നിങ്ങളെ നിലപാട് വസ്തുതക്ക് നിരക്കാത്തതാണ്, നിങ്ങളെ മൗലിക കിതാബും മാല കിതാബും വസ്തുതക്ക് നിരക്കാത്തതാണ്, നിങ്ങളെ പ്രസംഗം വസ്തുതക്ക് നിരക്കാത്തതാണ്. ഏതാ വസ്തുതക്ക് നിരക്കണ സാധനങ്ങളൊക്കെ ഉള്ളത്? അങ്ങനെ വസ്തുതക്ക് നിരക്കാത്ത പല വിഷയങ്ങളുള്ളത് കൊണ്ട് ഞാനത് പിൻവലിക്കുന്നു. ഇത് ആരുടെയും സമ്മർദ്ദമൊന്നുമില്ല, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പിൻവലിച്ചതാണ്. അടിനാഭി നോക്കി ചവിട്ടിയിട്ട് മാപ്പ് പറയണമെന്ന് പറഞ്ഞുകൊണ്ട് ഒരുത്തം പറയാണ്, ഞാൻ ബാഹ്യമായ സമ്മർദ്ദങ്ങളുടെ പേരിലല്ല മാപ്പ് പറയണത്, എൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരം പറഞ്ഞാണ് പറഞ്ഞാൽ എങ്ങനെ ഉണ്ടാവും? അങ്ങനെ അമ്മാരി സമ്മർദ്ദം കൊണ്ട് പിൻവലിച്ചതാണ്, മൂപ്പർക്ക് പൂതിൻ്റെ ആയിട്ട് പിൻവലിച്ചൊന്നുമല്ല. അപ്പൊ ഇതിന്റെ മടവൂര് ഇടപെട്ടിയില്ലേ? മറ്റേയാളെ മൗലിക കിതാബ് മടവൂരി എഡിറ്റ് ചെയ്തു എന്നാണ് പറയണത്. ഇത് വലിയ ഫിത്തനാണ്. ഇപ്പൊ ഈ കാന്തപുരി വിഭാഗത്തിന്റെ അടിയിൽ ഈ ഫിത്തന ഉണ്ടാക്കാൻ മടവൂർ കൂട്ടിക്കാൻ പാടുണ്ടോ? ആ മൗലിക കിതാബ് രചിക്കുമ്പോൾ തന്നെ എഡിറ്റ് ചെയ്തൂടെ? അപ്പൊ ഫിത്തന ഉണ്ടായിക്കോട്ടെ, മടവൂർ ഇങ്ങനെ കാത്തിക്കുക, സമസ്തന്റെ പുലർപ്പിന്റെ സമയത്ത് ഉണ്ടാകും പോലെ. അതാണ് ഈ മടവൂരിനെ കുറിച്ച് നമ്മൾ പറയുന്നത്. മൂപ്പർ ഫിത്തനന്റെ ആളാണ്. ഈ സമസ്തക്കാരുടെ ഫസാദ് ഉണ്ടാക്കുന്നത് മുഴുവനും മൂപ്പരാണ്. അപ്പൊ മൂപ്പർ അവിടെ എഡിറ്റിംഗ് ഒന്നും നടന്നില്ല. ഇയാൾ ഇങ്ങനെ മൗലിക കിതാബ് ഇങ്ങനെ എഴുതി കൂട്ടി അതിൽ വസ്തുതക്ക് നിരക്കാത്ത കുറെ വന്നു, അങ്ങനെ പിൻവലിച്ചു. അതിലും വലിയ രസം ഈ സംസാരിക്കുന്ന ഈ മുസ്ലിയാർക്ക് കടുത്ത വിക്കാണ് കേട്ടോ. അള്ളാഹ് കൊടുത്തതാണ്. ഒരു രോഗത്തിനെ കുറ്റം പറയില്ല, കുറ്റം പറയാനും പാടില്ല, ആർക്കും ഇത് വരാം. പക്ഷെ ഇവരെപ്പോലത്തെ ഈ മടവൂരിന്റെ കറാമത്തുകൾ എഴുതി കൂട്ടുന്ന ഈ മടവൂരിന്റെ വലിയ മുരീദ ഇയാളെ വിക്ക് മടവൂരിന്റെ കറാമത്തിന് മാറുന്നില്ലല്ലോ. ഒരു മൗലിക കിതാബ് എഴുതിയിട്ട് പോലും മടവൂർ പല ആൾക്കാരെ വിക്കും മാറ്റിയിട്ടുണ്ട്. സംസാരശേഷി പോയ പല ആൾക്കാർ സംസാരശേഷി തിരിച്ചു കൊടുത്തിട്ടുണ്ട്. മരിച്ചുപോയ ആൾക്കാരെ ജീവൻ വരെ തിരിച്ചു കൊടുത്ത മടവൂരിന് ഈ മനുഷ്യന്റെ ഒന്ന് വിക്ക് മാറ്റി കൊടുക്കാൻ പോലും കഴിഞ്ഞില്ല എന്നാണ്. അപ്പൊ ആവശ്യമുള്ള സമയത്തൊന്നും മടവൂർ ഇടപെടൂല. അവിടെ മൂപ്പര് മുണ്ടാതെ സൂക്ഷിച്ച് അങ്ങനെ കിടക്കും. ഈ ഫിത്തനയും ഫസാദും കണ്ട് രസിച്ച് അങ്ങനെ കിടക്കും. അത് മരിച്ചുപോയതിനു ശേഷം അങ്ങനെ തന്നെ, ജീവിച്ചിരിക്കുന്ന കാലത്തും അങ്ങനെ തന്നെ. അതുപോലെ തമ്മിലടിയും പോലെ ഇതിന്റെ ഒരു വിഷയത്തിന്റെ പേരുള്ള കച്ചറയും കണ്ട് ആസ്വദിച്ച് കിടക്കലാണ് മടവൂരിന്റെ പണി. ഇതാണ് മടവൂരിനെ കുറിച്ച് പറഞ്ഞത് മുഫ്സിദുൽ സമസ്ത, മുദബ്ബിറുലാലമല്ല. മനസ്സിലായി? ഇതാണ് മടവൂര്. ഇനിയിപ്പോ ഈ മടവൂരിന്റെ വലിയ കറാമത്തൊക്കെ പറയുന്ന ഈ കുരുവട്ടൂരികൾ ടീമുണ്ടല്ലോ, നൗഷാദ് ഹസനും ടീമും, ഇവർക്ക് ഇതിൽ വല്ല വിശ്വാസം ഉണ്ടാവും? ഇവർക്ക് ഇവലടിയിൽ മറ്റോല അടിക്കാനുള്ള വെറും ഒരു ഉപകരണം മാത്രമാണ് മടവൂര്. മടവൂർ ഇവലടിയിൽ കോമഡി പീസാണ് ഇവൽക്കും. കാരണം മടവൂരിന്റെ കറാമത്ത് വലിയ വലിയ കേട്ടാൽ ചിരി വരുന്ന പല കറാമത്തുകളും പറയുമ്പോൾ ഇവരെന്നെ കാണാൻ ഒരു ചെറിയ ചിരി ഇവരെ ചുണ്ടിന്റെ കോണില്. അത് കണ്ടാൽ തന്നെ മനസ്സിലാവും ഈ മൊയ്ന്താക്ക് ഇതിനൊന്നും വിശ്വാസമില്ല, വെറുതെ കൗമിനെ പറ്റിക്കാൻ വേണ്ടി പറയാന്ന്. ഒരാളിപ്പോൾ മടവൂരിന്റെ വലിയ പ്രൊമോട്ടർമാര് ഓർക്കും തന്നെ മടവൂർ ഇപ്പോൾ ഒരു ഗതിയും കൊടുക്കണില്ല. എവിടെയും ഒരു എവിടെ നിന്നിട്ടും ഒരു ക്ലച്ച് പിടിക്കണില്ല. കുറെ കാന്തപുരം വിഭാഗത്തിൽ നിന്ന് നോക്കിയവന് വാദപ്രവാദ മുഖാമുഖ കയറ്റി അവിടുന്ന് ക്ലച്ച് പിടിക്കേറ്റ് ഈ വിഭാഗത്തിൽ ഇങ്ങോട്ട് ചാടി വെക്കി, ഇവിടുന്ന് ക്ലച്ച് പിടിക്കേറ്റ് ആണ്ടെന്നെ ചാടി വെക്കി, അവിടുന്ന് പിന്നെയും ക്ലച്ച് പിടിക്കേറ്റ് കുരുവട്ടൂർക്ക് അങ്ങോട്ട് ചാടി വെക്കി. അവിടെ ഇതൊക്കെ പറഞ്ഞിട്ടും ഒരു മെച്ചം കിട്ടുന്നില്ല. ഇനിയിപ്പോൾ ഈ ഗ്രൂപ്പൊക്കെ ചാടാനുള്ള ഒരു പരിപാടി ഉണ്ട് എന്ന് തോന്നുന്നുണ്ട്. പല സംസാരത്തിന് മനസ്സിലാകുന്നതാണ്. അന്ന് കേട്ടോക്കി. അപ്പൊ ഈ ഉസ്താദിന്റെ രചനകൾ മുഴുവനും ഔലിയാക്കന്മാരെ കുറിച്ചാണ്.
സമസ്തയുടെ സെക്രട്ടറി ആയിരിക്കെ തന്നെ അവിടെ നിന്ന് ജീവിച്ചത് ഒരു മുരീദായി മശായിഖന്മാരുടെ നിർദ്ദേശത്തിലാണ്. ഇ.കെ. ഉസ്താദിനെ കുറിച്ചുള്ള സ്മരണികയിലും അത് നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പൊ പിന്നെ നമുക്ക് മനസ്സിലായി, നേരത്തെ നമ്മൾ ഇ.കെ. ഉസ്താദിന്റെ മധു ഒരുപാട് പറയേണ്ടതായിരുന്നു, ആ വഴി കൃത്യമാക്കേണ്ടതായിരുന്നു. അന്ന് നമുക്കതിന് ഭാഗ്യമുണ്ടായില്ല. പല ചങ്ങലക്കെട്ടുകളും നമുക്കതിന് തടസ്സമായി. അൽഹംദുലില്ലാ, ഇപ്പൊ നമ്മൾ മശായിഖന്മാരെ വഴിയിൽ അവരുടെ നിർദ്ദേശത്തിൽ വരുന്ന മഹാന്മാരിൽ നിന്ന് ഉപദേശങ്ങൾ കേട്ട് വഅദ് പറയുമ്പോൾ നമുക്കതിന് തടസ്സങ്ങളില്ല. അതുകൊണ്ട് ഇതൊരു പാശ്ചാത്താപം കൂടിയാണ്, തൗബയാണ്. അന്നു പറയാൻ പറ്റാത്തതിന്റെ ഖേദം അത് പറയുകയാണ് ഇവിടെ. കേട്ടില്ലേ? ഇ.കെ. ഉസ്താദിന്റെ മധു കുറെ മുമ്പ് തന്നെ നമ്മൾ പറയേണ്ടതായിരുന്നു. അതിന് പല തടസ്സങ്ങളുണ്ടായി. കാരണം എ.പി. ഗ്രൂപ്പിൽ നിന്നിട്ട് കുറെ വായാടിത്തം പറഞ്ഞ ആളവന് അന്ന് എ.പിക്കാരെ ഇപ്രായം ഇ.കെ. ടീം കഴിച്ചു പോയി എന്നാണല്ലോ. അപ്പൊ ഇപ്പൊ ഞമ്മക്ക് എന്താ സ്വതന്ത്രമായിട്ട് ഞങ്ങൾ ഇങ്ങനെ സ്വതന്ത്രമായിട്ടുണ്ട്. ഇപ്പൊ എവിടെയും ക്ലച്ച് പിടിക്കാതെ അങ്ങനെ ന്യൂട്രൽ നിൽക്കുകയാണ്. അപ്പൊ ഇ.കെന്റെ മധു ഇത്രയും കാലം പറയാതെ മൂടി വെച്ചില് ഞങ്ങൾക്ക് ഭയങ്കര പശ്ചാത്താപമുണ്ട്, ഖേദമുണ്ട്, ഞങ്ങൾ തൗബ ചെയ്തോക്കണം, അവിടെ ഞങ്ങൾ സ്വതന്ത്രരാണ്, ആര് മാറ്റി ഞങ്ങളെ ഏറ്റിക്കൊണ്ടേക്കോളി എന്നാണ് ഈ പറയാതെ പറയുന്നത്. എവിടെയും ക്ലച്ച് പിടിക്കണില്ല. അപ്പൊ ഇ.കെ. ഗ്രൂപ്പുകാരെ സൂചിപ്പിച്ചിട്ട് ഞങ്ങൾ ഇ.കെ. ഉസ്താദിന്റെ ആൾക്കാരനാണ്, ഞങ്ങൾ മാഞ്ചവിടെ വെറുതെ നിൽക്കുകയാണ്, മാഞ്ചി ഞങ്ങളെ ഏറ്റിക്കൊണ്ടേക്കോളി എന്നുള്ള സൂചന ഈ കൊടുക്കുന്നത്. പൊന്നാര നൗഷാദ് ഒരു നാട്ടുകാരൻ എന്നുള്ള നിലക്കും ഞാൻ സലഫിയത്തിലേക്ക് വരാൻ കാരണക്കാരനായ ഒരു മൊല്ല എന്നുള്ള നിലക്കും ആ സ്നേഹം കൊണ്ട് പറയാണ്, വെറുതെ ഇ.കെ. ഗ്രൂപ്പിലും പോയി കണ്ട് ചാടി കൊടുക്കണ്ട, തല വെച്ചു കൊടുക്കണ്ട. അവിടെ തന്നെ പൊരിഞ്ഞടി കിടന്നു കൊണ്ടിരിക്കുക. അപ്പോൾ ജഫ്രിയും കൂട്ടരും അതിൻ്റെ ഇടയ്ക്ക് ഇജും കൂടിയാണ് മണ്ടി ചെന്നാൽ നല്ല മട്ടം ഉണ്ടാവും. കെട്ടിയോളും കൂടി പൊരിഞ്ഞടി, കെട്ടിയോ ഒലക്കെടുത്ത് കെട്ടിയോളെ തലക്കടിച്ചു, മറ്റോള് ചൂലെടുത്ത് കണ്ടപ്പോൾ എൻ്റെ മൂന്നൊക്കെ അടിച്ചിന്. അതിൻ്റെ ഇടയിൽ കൂടി കുടുംബക്കാരൻ ചെക്ക അമ്മായിയെ എന്താ വർത്താനം ചോദിച്ച് ചെന്നാൽ അങ്ങനെ ഉണ്ടാവും. ആ ഒരു നിലയും വരെയൊക്കെ പനക്കള കിട്ടുക. മനസ്സിലായോ? പിന്നെ ഈ കുരുവട്ടൂരികളിൽ പറയുന്ന പല വാദങ്ങളും ഇ.കെക്കാർക്ക് അംഗീകരിക്കാനും പറ്റൂല. ഈ മടവൂരിനെ കുറിച്ച് ഇ.കെക്കാരെ നേതാവായി ചെറുശ്ശേരിക്ക് എന്താ പ്രസംഗിച്ചത്? മജൂദുബായ വലിയ, അതായത് വട്ടുള്ള ചങ്ങായി. അന്ന് അതിനെതിരെ ചെറുശ്ശേരിക്കെതിരെ കുരച്ചു ചാടിയാളപ്പം. മനസ്സിലായി? ഇപ്പൊ പറയാൻ ഇ.കെനെ അങ്ങനെ അന്ന് മധു പറയാത്തിന്റെ പേരിൽ ഞങ്ങൾക്ക് ഭയങ്കര സങ്കടമുണ്ട്, ഞങ്ങൾ പശ്ചാത്താപിച്ച് മടങ്ങിക്കൊണ്ടിരിക്കുകയാണ്, മനസ്സിൽ ഞങ്ങളെ കൊണ്ടേക്കോളി എന്നാണ് ഇപ്പൊ ഈ പറയണതെന്ന് തോന്നുന്നത്. ഇ.കെക്കാരാണെങ്കിലോ ഇപ്പൊ ഒരു വാദത്തിനോട് യോജിപ്പില്ല. ഈ മുദബ്ബിറുലാലം മടവൂരിനെ കുറിച്ച് അതൊന്നും പറയാൻ പാടില്ല എന്നാൽ ഓല അഭിപ്രായം. ഇ.കെ. ഗ്രൂപ്പിൽ ഒരു കുട്ടിയില്ല മടവൂരിനെ കുറിച്ച് മുദബ്ബിറുലാലം എന്ന് പറയണത്. അപ്പൊ ചുരുക്കി പറഞ്ഞാൽ സുഹൃത്തുക്കളെ, ഈ മടവൂര് കാരണം വയന്ന് നടക്കണല്ലോ പാടെ. ഈ മടവൂരിനെ പോലെ സമസ്തക്കാരടി ഉണ്ടായ ഒരു ഫിത്തന വേറൊരു ഫിത്തന ഉണ്ടായിട്ടില്ല. കേരള മുസ്ലിം അടി ഫിത്തന വേറെ, അത് നിൽക്കട്ടെ. ഇവരെ കൂട്ടത്തിൽ തന്നെ ഈ മടവൂരിന്റെ പേര് പറഞ്ഞിട്ട് അപ്പൊ തമ്മിലടി. അതാണ് പറഞ്ഞത്, സമസ്തയെ തമ്മിലടിപ്പിച്ച മടവൂരും മടവൂരിന്റെ പേരിൽ തമ്മിലടിക്കുന്ന സമസ്തയും. സമസ്തന്റെ പിളർപ്പിന്റെ കാലത്ത് മടവൂർ പോലെ അങ്ങനെ തമ്മിലടിപ്പിച്ചു, രണ്ടു കൂട്ടരും പിരിയേറ്റി വിട്ടു. ആ മടവൂരിന്റെ പേര് പറഞ്ഞിട്ട് ഇപ്പൊ ഒരേ ഗ്രൂപ്പിൽപ്പെട്ട പല മൂല്യന്മാർ അങ്ങോട്ടും ഇങ്ങോട്ടും തമ്മിലടിച്ചു കൊണ്ടിരിക്കുക. എന്നിട്ട് ഈ മടവൂരോ മുദബ്ബിറുലാലം കുത്തുബുല്ലാലം താരക്ക് വെളിവുണ്ട ഖുറാഫി എനിക്കൊക്കെ ഇതൊക്കെ വിളിച്ചു വരാനേ. അപ്പൊ സുഹൃത്തുക്കളെ, ഇതാണ് മടവൂര്. അയാളൊരു കേവലം ഒരു മാനസിക രോഗമുള്ള ഒരു മുസ്ലിയാര് എന്നതിലുപരി ഒരു മണ്ണാങ്കെട്ടിയല്ല കേരളത്തിലെ മടവൂര്. മനസ്സിലായോ നിങ്ങൾക്ക്? അപ്പൊ തൽക്കാലം ഈ വിഷയമായി ഇത്രയാണ് പറയാനുള്ളത്. ഇനി ഇതൊക്കെ കേട്ടിട്ട് നമ്മളെ മൂത്തേടം കാസിമിന്റെ അനുയായികൾ ആശ്വസിക്കണ്ട, നിങ്ങൾക്ക് നമ്മൾ നിർത്തിയിട്ടൊന്നുമില്ല, ഒക്കെ നമ്മൾ വരും ഇൻഷാ അല്ലാഹ്. അതും വരും. മറ്റേ കാന്തപുരത്തിന്റെ ആത്മകഥ ഉണ്ടല്ലോ, അതൊക്കെ ഒന്ന് പൊളിക്കും. എല്ലാം ഞങ്ങൾ ഇൻഷാ അല്ലാഹ് അള്ളാന്റെ തൗഫീഖ് ഉണ്ടെങ്കിൽ കുട്ടിച്ചോറാക്കിയിട്ട് ഞങ്ങൾ കാണുള്ളൂ. നിങ്ങളെ ഈ ആദർശം, ഇതിന്റെ പാപ്പരത്തും ഇതിന്റെ വഷളത്തരും ജനങ്ങളെ ബോധ്യപ്പെടുത്തി കൊടുത്തിട്ട് തന്നെ ഞങ്ങൾ അടങ്ങുള്ളൂ ഇൻഷാ അല്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.